എനിക്കെന്തോ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ചോദ്യം എനിക്ക് തീരെ കേൾക്കാൻ പറ്റുന്നില്ല. എന്തായിരുന്നാലും അദ്ദേഹം ചോദിച്ചത് ഏകദേശം നമുക്ക് മനസ്സിലായി. ബൈബിൾ കോപ്പി അടിച്ചതാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കുവാണെന്ന് എനിക്ക് തോന്നുന്നു. അതാ ഞാൻ ചോദിച്ചത്. അങ്ങനെ ബൈബിളിൽ നിന്ന് അല്ലെ യഹൂദന്റെ വിശ്വാസങ്ങൾ കോപ്പി അടിച്ചതാണെന്ന് നമുക്ക് ഉറപ്പിക്കാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം അതിനും പിന്നെ ഈ 600 മുമ്പുള്ളതാണല്ലോ യഹൂദന്റെ ഏകദൈവ വിശ്വാസവും ചേലാകർമ്മവും ഒക്കെ. ഇത് 600 കഴിഞ്ഞുണ്ടായതാകുമ്പം ഇത് അതിന്റെ കോപ്പി തന്നെ അല്ലേ എന്നാണ് എന്റെ ചോദ്യം. അത് ബോബി ചോദിച്ചത് ഏറെക്കുറെ അത് തന്നെയാണ് കേട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത്രേ ഉള്ളൂ എന്റെ ചോദ്യം. അതൊന്ന് ഉറപ്പിക്കാൻ ഞാൻ ചോദിച്ചതാ. ഓക്കെ ഓക്കെ. ഈ അടുത്ത ആളെന്ന് പറഞ്ഞാൽ സംസാരിക്കേണ്ട ആള് റെസ്റ്റ് ആണ്. ഓക്കെ, താങ്ക് യു. എനിക്ക് ജാംസ ടീച്ചറിനോട് ചോദിക്കാനുള്ളത്, ഈ ജോസഫ് മാഷിനൊക്കെ വെട്ടുന്ന ടൈപ്പ് ആൾക്കാരും അല്ലെങ്കിൽ ഈ ബോംബ് പൊട്ടിക്കുന്ന ആൾക്കാരും എന്റെ കൂടെ രണ്ടെണ്ണം അടിക്കാൻ മദ്യപിക്കാൻ വന്നിട്ട് ഈ പുസ്തകത്തിൽ വിശ്വസിച്ച് പിന്നെ പ്രാർത്ഥനയ്ക്കും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, ഇവര് രണ്ടുപേരും ഒരുപോലെ ചോദ്യം ക്ലിയർ ആയില്ല. ജോസഫിന്റെ കൈ വെട്ടുന്നവരും ബോംബ് പൊട്ടിക്കുന്നവരും എന്റെ കൂടെ രണ്ട് അടിക്കാൻ വരുന്നവരും തുല്യരാണോന്നോ? എനിക്കൊന്നും കേൾക്കുന്നില്ല. മോഡറേറ്റർ കേൾക്കുന്നുണ്ട്. എന്ത് ചോദ്യം? ഈ ചോദ്യം കേട്ടില്ലായിരുന്നെങ്കിൽ ടീച്ചർ ഒന്ന് എക്സിറ്റ് ആയിട്ട് ഒന്ന് കയറി വരാമോ? ഒരു പക്ഷെ അതായിരിക്കും കാരണം. ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം? സംസാരിച്ചു പറയുന്നുള്ളൂ. റെസ്റ്റ് പറഞ്ഞോളൂ. ഓക്കെ, ഞാനൊന്നുകൂടി ചോദിക്കാം. സോ എന്റെ ചോദ്യം സിമ്പിൾ ആണ്. എന്റെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടുന്ന ആ ടൈപ്പ് എക്സ്ട്രീം ആളുകൾ, പിന്നെ അതുപോലെ ഈ ബോംബ് ഇടുന്നവരും കത്തി കുത്തുന്നവരും കൊല്ലുന്നവരും ഒക്കെ ആയിട്ടുള്ള ഈ എക്സ്ട്രീം ഇതിൽ വിശ്വസിച്ച് ഇതൊക്കെ ചെയ്യുന്ന ആളുകളെയും, അതേസമയം എൻ്റെ ഒരു കൂട്ടുകാരനായ ഒരു മുസ്ലിം, അയാൾ എൻ്റെ കൂടെ രണ്ടെണ്ണം മദ്യപിക്കാനും വരും. പക്ഷെ ഈ പുസ്തകത്തിൽ വിശ്വാസമുണ്ട്. അയാള് അത് കഴിഞ്ഞ് ഇത് നിസ്കരിക്കും, അതൊക്കെ ചെയ്യുന്ന ആളുമാണ്. സോ ഇവര് രണ്ടുപേരെയും ഒരുപോലെയാണോ നമ്മൾ കാണേണ്ടതാണ് എന്നാണ് എൻ്റെ ചോദ്യം. താങ്ക് യു. തീവ്രവാദികളെ അല്ലേ നമുക്ക് തീവ്രവാദികൾ എന്ന് പറയാൻ പറ്റൂ? ഇപ്പൊ താങ്കളുടെ കൂടെ മദ്യപിക്കാൻ വരുന്ന ആള് എന്റെ വിശ്വാസം പോലെ തന്നെ നിങ്ങളും വിശ്വസിക്കണമെന്നും നിങ്ങളത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലണമെന്നും പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാത്രമല്ലേ നമുക്ക് തീവ്രവാദി എന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റത് അയാൾ ഒരു മിതവാദി ആയതുകൊണ്ടും മതത്തിൽ പൂർണ്ണമായും വിശ്വസിക്കാത്തത് കൊണ്ടുമാണല്ലോ താങ്കളുടെ കൂടെ അദ്ദേഹം മദ്യപിക്കാൻ വരുന്നത്. ഒരു തീവ്രവാദി ഉണ്ടാകുന്നത് തന്നെ ഒരു പക്ഷേ ദാരിദ്ര്യം, നിരക്ഷരത. കാരണം ഈ അഫ്ഗാനിലൊക്കെയുള്ള തീവ്രവാദികളെ പിടിക്കുന്ന സമയത്ത് 5 വയസ്സ് 7 വയസ്സുകളൊക്കെയുള്ള കുട്ടികളുടെ ശരീരത്തിൽ സ്ഫോടക വസ്തുക്കളൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടാവും. പാകിസ്ഥാനിലെ ഒരു ഭീകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, എനിക്ക് 2 കോടി രൂപ കിട്ടി, 2 മക്കള് ചത്തപ്പോ 5 പേരുണ്ടായിരുന്നെങ്കിൽ എനിക്ക് 5 കോടി രൂപ കിട്ടിയേനെന്ന്. ദാരിദ്ര്യവും നിരക്ഷരതയും വിവരമില്ലായ്മയുമാണ് എന്നാണ് ഒരുപാട് ആളുകൾ ഈ തീവ്രവാദികൾ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്പമുള്ള തീവ്രവാദികളൊക്കെ വിദ്യാസമ്പന്നരാണ്. ആവശ്യത്തിലധികം ഭക്ഷണം കഴിച്ച് അവര് അമിതമായിട്ട് വയറൊക്കെ ചാടി അഹങ്കാരം, എല്ലിന്റെ ഇടയ്ക്ക് വറ്റുകുത്തുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോ പണ്ട് ഗോത്ര കാലഘട്ടങ്ങളിലായിരുന്നു അങ്ങനെയൊക്കെ തീവ്ര മതവിഭാഗങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോ ശാന്തമായി ജീവിച്ച് ഒരു മതേതര സമൂഹത്തിൽ ജീവിച്ചിട്ട് തന്നെ തങ്ങളുടെ ആരാധനാ രീതികള്, ജീവിതക്രമങ്ങളൊക്കെ ആ രൂപത്തിൽ കൊണ്ടുപോകാതെ അവർ മോഡേൺ ആയി മാറുകയും എന്നാൽ മറ്റുള്ളവർ അതേപോലെ തന്നെ ഗോത്ര രീതിയിലേക്ക് മാറണം എന്നും ആഗ്രഹിക്കുന്നു. എക്സാമ്പിൾ, നിമിഷ ഫാത്തിമ എന്ന് പറയുന്ന പെണ്ണ്, റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന പയ്യൻ. ആ ചെറുക്കൻ എഞ്ചിനീയറാണ്. റാഷിദ് അബ്ദുള്ള കാസർഗോഡോ കണ്ണൂരോകാരനാണ്. ഇയാള് എം അക്ബറിന്റെ പേസ് സ്കൂളിൽ പ്രൊഫസർമാർക്ക് ക്ലസ്റ്റർ കൊടുക്കുന്ന ആളാണ്. ബിടെക്കുകാരനാണ് എന്ന് പറയപ്പെടുന്നു. ആവട്ടെ, അപ്പൊ അവന്
എനിക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കണം എന്ന് തോന്നി. അവൻ ഇവിടെ നിന്ന് കുറെ ആളുകളുമായിട്ട് പോയി. വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല, സമ്പത്തിന്റെ കുറവല്ല, വിവരത്തിന്റെ കുറവുമുണ്ട്, മതബോധത്തിന്റെ ആധിക്യവുമുണ്ട്. അതായത് ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ മാത്രം മറ്റുള്ളവരും ആരാധിക്കണം. ഇപ്പൊ നിങ്ങൾ രണ്ട് സുഹൃത്തുക്കൾ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താടാ നീ എന്റെ വിശ്വാസം സ്വീകരിച്ചാലേ എന്ന് അവൻ പറയുന്നെങ്കിലല്ലേ നമുക്ക് അവനെ തീവ്രവാദി എന്ന് പറയാൻ പറ്റുള്ളൂ. മുഹമ്മദ് എന്ന ചോദ്യപേപ്പറിൽ എഴുതിയതിന്റെ പേരിൽ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയെടുത്ത സവാദിനെ കൂട്ടുന്ന അതേ തുലാസില് നമുക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന മദ്യപിക്കുന്ന ആ സുഹൃത്തിനെ കൂട്ടാൻ പറ്റില്ല. പക്ഷെ ഇദ്ദേഹം ഈ ഗ്രന്ഥം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ താങ്കളോടൊപ്പം അദ്ദേഹം മദ്യപിക്കാൻ വരില്ല. അതിന്റെ അർത്ഥം അദ്ദേഹം ഒരു ആധുനിക മനുഷ്യനാകാൻ ശ്രമിക്കുകയും ഗോത്ര മതത്തിൽ നിന്നും അകന്നു പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ആധുനിക മുസ്ലിം ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു. ഉത്തരം ക്ലിയർ ആണ്. ഈ അവസരം തന്നതിന് നന്ദി. താങ്ക് യു. ഓക്കെ, അടുത്തതായിട്ട് സംസാരിക്കേണ്ടത് ശുഭയാണ്. ശുഭ സംസാരിക്കും. ഓക്കെ, നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഞാനൊരു ഓക്കെ. ഞാൻ ചോദിക്കണത് ഇപ്പൊ ഈ ഏറ്റവും അധികം വളരെ സ്പീഡിൽ വളരുന്ന ഒരു ലോകത്ത് മുഴുവൻ ഈ ഇസ്ലാം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പലരും. എന്നുള്ളത് നമുക്ക് പലപ്പോഴായിട്ട് നമ്മളത് ആ ഒരു സത്യം നമ്മൾ മറച്ചു വെച്ചിട്ടൊരു കാര്യമില്ല. അത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലരും അതിൽ കൺവേർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൺവേർഷൻ അല്ലെങ്കിൽ അത് ഒരു സ്പിരിച്വാലിറ്റി, അതായത് ഈ ഖുറാൻ എന്നുള്ളൊരു ബുക്ക് പ്രതിപാദിച്ച ഖുറാൻ ഇങ്ങനെയൊക്കെയാണെന്നാണ് നിങ്ങളൊക്കെ പറയണത്. പക്ഷെ ഇതിനപ്പുറം ഒരു സ്പിരിച്വാലിറ്റി അതിലുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്രയധികം ഒരു അട്രാക്ഷൻ ഇതിലേക്ക് വരാനുള്ള കാരണം? അതോ വേറെ വല്ല കാരണത്താലാണോ ഈ ഒരു മതത്തിലേക്ക്? ഞാൻ ഇത് പലപ്പോഴായിട്ട് പല സ്ഥലത്ത് കേട്ടിരിക്കുന്നത് മുഴുവൻ ഇതിന്റെ പല സൈഡും ആയിട്ടാണ്. പിന്നെ പോസിറ്റീവ് സൈഡ് കേൾക്കുന്നത് മുഴുവൻ ഇതിന്റെ ഓരോ കഥകളും അതൊക്കെ ആയിട്ട്. അല്ലാണ്ട് അതിന്റെ ഉള്ളിന്റെ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ സ്നേഹിക്കുക, അല്ലെങ്കിൽ മനുഷ്യകുലം നിലനിൽക്കുക, എല്ലാ മനുഷ്യനും ഒരുപോലെയാണ് എന്നുള്ള ഒരു തരത്തിലേക്ക് ഉള്ള ഒരു ഇപ്പൊ നമ്മുടെയൊക്കെ ചില സംസ്കാരങ്ങളിലൊക്കെ ഒരു ബുക്ക് മാത്രമല്ല ഫോളോ ചെയ്യണം, പലതരം ബുക്ക് ഉണ്ട്. ആ ചില ബുക്കുകൾ നമുക്ക് തള്ളിക്കളയേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബുക്കിൽ ആ കാലഘട്ടത്തിനനുസരിച്ചിട്ട് എഴുതുന്നതായിരിക്കും. പക്ഷെ അപ്പൊ നമ്മൾ അത് തള്ളിക്കളയും. അത് ഓരോരോ കാലഘട്ടത്തിലേക്ക് അനുസരിച്ച് മാറ്റി മാറ്റി കൊണ്ടുവരും. പക്ഷെ ഇതൊന്നും പറ്റില്ലല്ലോ. ഈ ഒരു ബുക്ക് മാത്രം തന്നെ പ്രയോജനം. കഴിഞ്ഞോ? ചോദ്യം തീർന്നോ? എനിക്കൊന്നും കേൾക്കുന്നില്ല. കേട്ടോ? ആ ചോദ്യം കുറച്ച് കേട്ടായിരുന്നു. എനിക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായി. ചോദ്യത്തിന്റെ ക്രക്സ് ഇതാണ്. ഇതിപ്പം ലാസ്റ്റ് നമ്മുടെ ഇപ്പം വേൾഡ് റിവ്യൂ അനുസരിച്ചാണെങ്കിലും പിയർ റിവ്യൂ ഉണ്ടല്ലോ, പിയർ റിവ്യൂ അടിസ്ഥാനത്തിലാണെങ്കിലും ഇസ്ലാം ധാരാളമായിട്ട് വളർന്നു വരുന്നുണ്ടല്ലോ. അപ്പൊ ഇത് സ്പിരിച്വാലിറ്റി ഇത് ഉള്ളത് കൊണ്ട് തന്നെ അല്ലേ, അല്ലെങ്കിൽ അല്ലാതുണ്ടോ എന്നാണ് അവരുടെ ചോദ്യം. ലോകവ്യാപകമായിട്ട് ഇസ്ലാം ധാരാളമായി വളരുന്നുണ്ടല്ലോ എന്നാണ് അവരുടെ ചോദ്യം. എന്താണ് ഈ അട്രാക്ഷൻ എന്നായി ചോദിക്കുന്നത്? ശരി. ഇസ്ലാം വളരുന്നു എന്ന് പറയുന്നത് ആരാണ്? മുസ്ലിങ്ങളല്ലേ പറയുന്നത്. ആധികാരികമായി പരിശോധിക്കുമ്പോൾ ഇസ്ലാം എവിടെയാ വളരുന്നത്? കഴിഞ്ഞ ദിവസം ദുബൈ രാജാവിന്റെ മകളാണ് ഷെയ്ഖ മെഹ്റ. അവരാണ് സ്വയം ഭർത്താവിനെ മുത്തലാഖ് ചെയ്യുന്നു, മത നിയമങ്ങൾ ലംഘിക്കുവാണ്. ആ രാജകുടുംബത്തിലെ ആരെങ്കിലും അപ്പിക്കുപ്പായം ധരിച്ചോ നമസ്കരിക്കാൻ പോയോ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇന്തോനേഷ്യ 100% മുസ്ലിങ്ങളുള്ള ഒരു ഇസ്ലാമിക് കൺട്രിയാണ്. അവിടുത്തെ രാജാവിന്റെ മൂന്നാമത്തെ പുത്രിയാണ് സനാതന ധർമ്മം പബ്ലിക്കായിട്ട് സ്വീകരിക്കുന്നത്. കുവൈറ്റിലെ രാജകുമാരനാണ് മതം ഉപേക്ഷിക്കുന്നത്. സൗദി അറേബ്യയിലെ MBS മുഹമ്മദ് ബിൻ സൽമാൻ, അദ്ദേഹമാണ് അവിടെ സിനിമാ തിയേറ്റർ കൊണ്ടുവരുന്നതും. സ്ത്രീകൾ വേണമെങ്കിൽ അപ്പിക്കുപ്പായം ഇട്ടാൽ മതി, യാതൊരു നിർബന്ധവുമില്ല. ഒരുപാട് ആധുനികമായിട്ടുള്ള വളർച്ചകളുടെ പാതയിലാണ് ഇസ്ലാമിക രാജ്യം. ഈ പ്യുവർ റിസർച്ചിന്റെ കണക്കനുസരിച്ചിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളുള്ള ഒരു രാജ്യം ഇറാനാണ്. ഏറ്റവും കൂടുതൽ ഇസ്ലാം വിട്ട് പുറത്തു പോകുന്ന എക്സ് മുസ്ലിങ്ങളുള്ള 2 രാജ്യങ്ങൾ, ഒന്ന് ബംഗ്ലാദേശും ഒന്ന് പാകിസ്ഥാനുമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ അഫ്ഗാനിസ്ഥാനില് ഒരു ഭൂകമ്പം ഉണ്ടായി. 2200ഓളം ആളുകൾ മരണപ്പെട്ട ഭൂകമ്പം. സ്ത്രീകൾ അതിന്റെ ഇടയ്ക്ക് കിടന്ന് മരിക്കുക. കാരണം രക്ഷാപ്രവർത്തകർക്ക് അവരെ തൊടാൻ പറ്റില്ല. എന്താ കാരണം? സ്ത്രീകളാണ്. അന്യ പുരുഷന്മാരുടെ ശരീരത്ത് തൊടാൻ പറ്റില്ല, അന്യ സ്ത്രീകളുടെ ശരീരത്തും തൊടാൻ പാടില്ല. അതോടുകൂടി തന്നെ ലോക രാജ്യങ്ങളുടെ കണക്കനുസരിച്ചിട്ട് ഇനിയും അഫ്ഗാൻ ഏറ്റവും കൂടുതൽ മതം ഉപേക്ഷിക്കപ്പെടുന്ന കൺട്രി ആകുമെന്നാണ് കണക്കനുസരിച്ച് പറയുന്നത്.
അപ്പോ ഈ മതം വളരുന്നു എന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു മാനദണ്ഡം ഉണ്ടാകണം. ഇപ്പോ അലിയാർ കാസിമി കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് 10,000-കണക്കിന് മുസ്ലിം യുവത കേരളത്തിൽ മതം വിട്ടതായിട്ട് അദ്ദേഹത്തിന് അറിയാം. ഇത് തന്നെ റഹ്മത്തുള്ള കാസിമി മൂത്തേടം പറയുന്നു, മുനീർ ഹുദവി പറയുന്നു, എം അക്ബർ പറയുന്നു. അപ്പൊ അവരൊക്കെ പറയണമല്ലോ നമ്മുടെ മതം സമാധാനത്തിന്റെ മതമാണ്, ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ പെരുകി വളർന്നുകൊണ്ടിരിക്കുന്ന മതം. അതെ, ബയോളജിക്കലി വളരുന്ന മതം എന്ന് അഡ്രസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്തോനേഷ്യയെയും തള്ളി ഇസ്ലാം ഇപ്പൊ ഞാനും ബയോളജിക്കലി ഇസ്ലാമാണ്, എന്റെയും ഐഡന്റിറ്റി മുസ്ലിം എന്നാണ്, ഞാൻ മതരഹിതയാണ് എന്ന് എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഇല്ല, ഇസ്ലാം മുസ്ലിം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഏകദേശം മതം വിട്ട ആളുകളുടെ ഒക്കെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ അവർ ഇസ്ലാം മുസ്ലിമാണ്. അപ്പം സെൻസസ് എടുക്കുമ്പോൾ ഞങ്ങൾ മുസ്ലിമിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഹലോ, കുറെ കേട്ടിട്ടില്ലായിരുന്നു ടീച്ചർ, അവസാന ഭാഗമൊന്നും കേട്ടിട്ടില്ലായിരുന്നു. ആണോ? അപ്പൊ ഇസ്ലാം ലോകത്ത് പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്ന മതം എന്ന് മാറ്റി പറയണം. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ നന്നായി കേൾക്കാം. ഓക്കെ. അതായത് അതല്ലാതെ ആശയം കൊണ്ട് വളരുന്ന ഒരു മതമല്ല, ആശയം കൊണ്ട് പാപ്പരത്വം സൃഷ്ടിച്ച മതമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ മതമാണ് എന്ന് പറയപ്പെടുന്നു. ശരി, ഭാരതത്തിന്റെ അടിസ്ഥാന ശത്രു ആരാണ്? ഇസ്രായേലിന്റെ അടിസ്ഥാന ശത്രു ആരാണ്? ക്രൈസ്തവ രാജ്യങ്ങളുടെ അടിസ്ഥാന ശത്രു ആരാണ്? യുക്തിവാദികൾക്ക് ഏറ്റവും വലിയ ഭീഷണി എവിടെ നിന്നാണ്? മതതീവ്രവാദത്തിലെ അടിസ്ഥാന മതം ഏതാണ്? ഏറ്റവും കൂടുതൽ തീവ്രവാദികളുള്ള, ഏറ്റവും കൂടുതൽ തീവ്രവാദ സംഘടനകളുള്ള ബുദ്ധമതക്കാരുടെ അടിസ്ഥാന ശത്രു, സിഖ് മതക്കാരുടെ അടിസ്ഥാന ശത്രു, സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ആഭാസന്മാർ, മനുഷ്യത്വത്തിന്റെ അടിസ്ഥാന ശത്രു ആരാണ്? അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ അത്തരത്തിലുള്ള തീവ്രവാദികൾ വളരുന്നുണ്ട് ബയോളജിക്കലി. ആശയപരമായിട്ട് ഇസ്ലാം വളരുന്നില്ല. കേരളത്തിൽ നോക്ക്, ഏറ്റവും വലിയ സ്വർണ്ണക്കടത്തുകാരാരാണ്? മുസ്ലിങ്ങൾ. അവര് മതം പ്രതിനിധാനം ചെയ്യുന്നത് കൊണ്ടാണോ? സത്യം പറഞ്ഞാൽ മലദ്വാർ ഗോൾഡ് ഒന്നും മതപരമായിട്ട് തെറ്റല്ല. മയക്കുമരുന്ന് കടത്തുകാർ മുസ്ലിങ്ങളല്ലേ? കഞ്ചാവ് വിതരണ ശൃംഖലയും ഉപഭോക്താക്കളും അവരല്ലേ? കുഴൽപ്പണ ഇടപാട് ലോബി, ബിനാമി, ഭൂമാഫിയ, അതുപോലെ പ്രേമം നടിച്ചു വഞ്ചിക്കുന്ന ആളുകള്, ഗുണ്ടാസംഘങ്ങള്, ഇവരൊക്കെ മുസ്ലിങ്ങളാണെന്ന് കരുതി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോ നമ്മുടെ മതം സമാധാനത്തിന്റെ മതമാണ്. ഇങ്ങനെ വളർന്നാൽ ഇത് അപകടമാണ്. ഇങ്ങനെയാണ് ഇസ്ലാം വളരുന്നതെങ്കിൽ അപ്പൊ സമാധാന മതം തീവ്രവാദത്തിന്റെ അടിസ്ഥാന കേന്ദ്രമായിട്ട് മാറുന്നത് കൊണ്ടാണ് മതഗ്രന്ഥമാണ് ഇതിന്റെ അടിസ്ഥാന ഉറവിടം എന്ന് മനസ്സിലാക്കി അതിലേക്ക് ചെന്നെത്തുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ശക്തമായി വിമർശിക്കുന്നത്. ഇസ്ലാം വളരേണ്ടത് ആശയപരമായിട്ടാണ്. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഇസ്ലാം വളരണം. ഇപ്പോ നമ്മളോട് മൈക്കിൾ എച്ച് ഹാർട്ട് പറഞ്ഞു, ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ദി വേൾഡ്, എന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി മുഹമ്മദ് ആണ് എന്ന് മൈക്കിൾ എച്ച് ഹാർട്ട് പറഞ്ഞത് കൊണ്ട് ഇസ്ലാം നല്ലതാകത്തില്ല, മുഹമ്മദ് നല്ലവനുമാകത്തില്ല. ഇപ്പതാ അണ്ടർടേക്കർ ഇസ്ലാം മതം സ്വീകരിച്ചു, അതല്ലെങ്കിൽ റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിച്ചു, അതല്ലെങ്കിൽ മീനു മുനീർ ഇസ്ലാം മതം സ്വീകരിച്ചു, അതുകൊണ്ട് ഇസ്ലാം മതം നല്ലതാണ് എന്ന് വരില്ല. ഇസ്ലാം മതം വളരേണ്ടത് ആശയപരമായിട്ടാണ്. ബയോളജിക്കലി വളർന്നാൽ നമ്മൾ അതിന്റെ ഉത്തരവാദികളല്ല, നമ്മൾ ഏറ്റെടുക്കില്ല. ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇസ്ലാം വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഇസ്ലാം തകരുന്നു എന്ന് പറയുന്നത്. ഒരു പ്രശ്നം ചോദിച്ചോട്ടെ? ചോദിക്കാം. ഒറ്റ മിനിറ്റ്. ഈ മോഡ്സിനും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ കേട്ടോ, മോഡ്സ് ഒന്നും മിണ്ടാതിരിക്കണമെന്നില്ല. ഹാൻഡ് റൈസിംഗ് ഓക്കെ ചെയ്തു, നമുക്ക് വേദിയിലുള്ളവർക്ക് ഇനി അവസരം ഉള്ളൂ. ശുഭ വീണ്ടും ചോദിച്ചോളൂ. ഓക്കെ. വേറൊരു ഒരു കോൺട്രവേഴ്സി, ഇസ്ലാം എന്നുള്ള ഒരു എനിക്കാണോ നെറ്റ് തകരാറ്? എനിക്കൊന്നും കേൾക്കുന്നില്ല. എനിക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. എനിക്കാണെന്ന് തോന്നുന്നു നെറ്റിന്റെ പ്രശ്നം. നോൺ മുസ്ലിംസും ഒക്കെ അതിൽ പെടുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് എന്താ താങ്കളുടെ അഭിപ്രായം? സോറി, നിങ്ങളുടെ ചോദ്യം ഒന്നും ഞാൻ കേട്ടിട്ടില്ല. എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവസാന ഭാഗം മാത്രമേ കേട്ടിട്ടുള്ളൂ. ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? കേക്കുണ്ടോ? ഞാൻ പറയണ കേക്കുണ്ടോ? ഇപ്പൊ കേൾക്കാം, ചോദിക്കൂ. എനിക്കാണ് പ്രശ്നം. ഓക്കെ. അതായത് ലോകം മുഴുവൻ ഈ മുസ്ലിം സമൂഹത്തിനെ ഒപ്രസ് ചെയ്യണു എന്നുള്ള ഒരു നരേഷൻ ലോകം മുഴുവൻ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ മാത്രമല്ല യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും ഇവരെ ഒപ്രസ് ചെയ്യുന്നു. അപ്പൊ ഈ പാലസ്തീനാകട്ടെ എവിടെയാണെങ്കിലും അങ്ങനെ ഒരു നരേഷൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അത് മുസ്ലിംസ് മാത്രമല്ല നോൺ മുസ്ലിംസും അത് ഏറ്റെടുത്തിട്ടുണ്ട് പലരും. അതിന്റെ അഭിപ്രായം, താങ്കളുടെ അഭിപ്രായം എന്താ? എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ ഒരു തരത്തിലേക്ക് ലോകം മുഴുവൻ അങ്ങനെ വന്നിട്ട് അവരൊരു സെന്റിമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവരെ ഉപദ്രവിക്കുന്നു എന്നുള്ളൊരു സെന്റിമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട്
ലോകത്തൊരു പ്രക്ഷോഭങ്ങൾ പല രാജ്യങ്ങളിലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താ? എവിടെ പോയാലും മര്യാദയ്ക്ക് ജീവിക്കണ്ടേപ്പാ. എവിടെ പോയാലും മര്യാദയ്ക്ക് ജീവിച്ചാല് നമുക്ക് അവിടെ വേണ്ടുന്ന എല്ലാ പരിഗണനകളും കിട്ടും. എവിടെ പോയാലും താൻ പ്രമാണിത്വവും തീവ്രവാദവും തന്റെ മതം മാത്രമാണ് ശരി, അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും. ആ കിട്ടലാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും. അവരവിടെ പോയിട്ട് മര്യാദയ്ക്ക് ജീവിച്ചില്ല. ഓസ്ട്രേലിയ, ചൈന, പിന്നെ ഇറ്റലി, ജർമ്മനി, ഇവരൊക്കെ ഇവർക്ക് അഭയം നൽകി. പക്ഷെ അവിടെയൊക്കെ പോയിട്ട് ഇവർ ചെയ്തു കൂട്ടിയത് എന്താ? ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ തന്നെ, ഇപ്പൊ പിന്നെ അഫ്ഗാനികളെ പാകിസ്ഥാൻ ഏതാണ്ട് 23 ലക്ഷത്തോളം ആളുകളെ പുറത്താക്കി എന്നാ പറയുന്നേ. എന്തുകൊണ്ടാ? ഈ അഫ്ഗാനികൾ പാകിസ്ഥാനിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനിൽ ഒരുപാട് അക്രമങ്ങൾ കൂടിയെന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പുറത്താക്കുന്നു. എവിടെ ചെന്നാലും മര്യാദയ്ക്ക് ജീവിച്ചാൽ അവർക്ക് അവിടെ മര്യാദ കിട്ടും. അതല്ലാതെ റോഡിൽ ഇറങ്ങി നമസ്കരിക്കാനും തെരുവുകളിൽ ഇറങ്ങി മുസല്ലയിട്ട് നമസ്കരിച്ച് ഗതാഗതം തടസ്സപ്പെടുത്താനും എയർപോർട്ടിനകത്ത് പോയിട്ട് അല്ലാഹു അക്ബർ വിളിക്കാനും പാർക്കുകളിൽ പോയിട്ട് ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിച്ചില്ല എന്ന് പറഞ്ഞ ആളുകളെ കൊല്ലാനും ഇതിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടത്തില്ലേ? ഇപ്പൊ അമേരിക്ക, ട്രംപ് പലസ്തീൻ അനുകൂല മുദ്രാവാക്യവുമായി കലാലയത്തിൽ ഇറങ്ങിയ കുട്ടികളെയാണ് പാക്ക് ചെയ്ത് വിട്ടത്. എന്താ കാരണം? നിങ്ങൾ ഇവിടെ വരുന്നത് പഠിക്കാനാ, മര്യാദയ്ക്ക് പഠിച്ചോ വിട്ടോ. ഓസ്ട്രേലിയ, അവിടെ പോയി മര്യാദയ്ക്ക് പോകണം. ഇപ്പോ നമുക്ക് നവ്യ നായരുടെ വിഷയമൊക്കെ തന്നെ അറിയില്ലേ? ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമം അനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പൊ നമ്മുടെ രാജ്യത്താണെങ്കിലും അങ്ങനെ തന്നെയല്ലേ? ആ അവിടുത്തെ നിയമം അനുസരിച്ചിട്ട് ജീവിക്കാൻ തയ്യാറാകുന്നവര് മാത്രം അവിടെ വന്നാൽ മതി എന്നുള്ളതാ. അതുകൊണ്ട് ഇവരിപ്പോ ഇരവാദം ഉന്നയിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഇവര് പിന്നെ ഗാസക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം ഇവര് കരയുന്നുണ്ടല്ലോ. ഗാസയിലെ ജനതയ്ക്ക് മാത്രം. എന്തുകൊണ്ടാ? ഗാസക്കാർക്ക് പോലും വേണ്ടാത്ത ഹമാസിനെയാണ് ഇവര് ഗാസക്കാർക്ക് വേണ്ടിയിട്ട് പൊക്കിപ്പിടിക്കുന്നത്. അപ്പോ ഈ ഹമാസുകാര് ഏതെങ്കിലും ഞാൻ ലാസ്റ്റ് സംസാരിച്ചോളാം. ഓക്കെ കണ്ടിന്യൂ ചെയ്തോ. അവസാനം സംസാരിച്ചോളാം. അത് സാറേ, ഞാനുണ്ട്, എനിക്കൊരു ചോദ്യം ചോദിക്കാനൊക്കെ. ചോദിച്ചോളൂ. എനിക്ക് പിന്നെ നമ്മളുടെ ടീച്ചറിനോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. ഞാൻ പുള്ളിക്കാരത്തിയുടെ വീഡിയോ ഒക്കെ മിക്കം കാണുന്ന കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്കിത് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഇസ്ലാമിൽ ഇവർ പറയുന്നുണ്ട് മുഹമ്മദ് അന്ത്യപ്രവാചകനാണ്. അപ്പൊ എന്റെ ഈ ചോദ്യം ഇതാണ്, അന്ത്യപ്രവാചകൻ ഏതിന്റെ അന്ത്യപ്രവാചകൻ, എവിടത്തെ അന്ത്യപ്രവാചകൻ, എന്തൊരു നെറ്റ് എനിക്കാണ് പ്രശ്നം എന്ന് തോന്നുന്നു. ത്തില് ഒരു രക്ഷയും നമുക്കാണ് നെറ്റ് തന്നത്. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം എന്തോ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മേളിന്ന് അള്ളാഹു എഴുതി തൂക്കി ഇറക്കിയതാണെന്ന് പറയുന്നുണ്ട്. അതില് ഇവര് പറയുന്നതൊക്കെ ഞാനിവിടെ കേട്ടിട്ടുണ്ട്. 1,25,000 പ്രവാചകന്മാരുണ്ട്. അതിൽ ഞങ്ങളിലുള്ള ബൈബിളിലുള്ള പ്രവാചകന്മാരെ മാത്രം ഏതാണ്ട് 25 പേരെ പറയുന്നുണ്ട്. ഒരു 10-24 പേര് ഞങ്ങളുടെ ബൈബിളിലെ പ്രവാചകന്മാർ. അപ്പോ ഇത് കോപ്പി അടിച്ച സാധനമല്ലേ? ഈ അന്ത്യപ്രവാചകൻ നമ്മുടെ സക്കീർ നായിക്ക്, മുഹമ്മദ് അക്ബറും ഒക്കെ എടുക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നുള്ള വാക്യമാണ്. ഈ അന്ത്യപ്രവാചകൻ അത് ആരുടെ അന്ത്യപ്രവാചകൻ, എന്തിന്റെ അന്ത്യപ്രവാചകൻ, അതിനെപ്പറ്റി എനിക്കൊന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട് ടീച്ചറിന്. 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെയാണ് അള്ളാഹു ലോകത്തേക്ക് അയച്ചു എന്ന് പറയുന്നത്. വലക്കത് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു ദൂതന്മാരെ അയച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. അതിലെ ഖാത്തമുൻ നബി എന്ന പ്രവാചകനെ കുറിച്ച് പറയാം. അതായത് ഏറ്റവും അവസാനത്തെ പ്രവാചകനാണ് ഇസ്ലാമിന്റെ പ്രവാചകൻ. ഇസ്ലാം സ്ഥാപിക്കാൻ വേണ്ടി വന്ന അവസാനത്തെ പ്രവാചകൻ. മറ്റെല്ലാ പ്രവാചകന്മാരും ഇസ്ലാം സ്ഥാപിക്കാൻ വന്നവരല്ല. ഇസ്ലാം സ്ഥാപിക്കാൻ വന്നത് മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബിയിലൂടെയാണ് ഇസ്ലാം കിട്ടുന്നത്. ഖുർആൻ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഇസ്ലാം എന്ന മതത്തെ അള്ളാഹു തൃപ്തിപ്പെട്ട് നൽകുന്നത് മുഹമ്മദ് നബിക്കാണ്. അപ്പോൾ മുസ്ലിങ്ങളുടെ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ മിസ്റ്റർ? ഇല്ല, അതിനകത്ത് ഞാൻ ചോദിച്ചതല്ല ആരുടെ പ്രവാചകൻ, എന്തിന്റെ പ്രവാചകൻ. ഒടുക്കത്തെ എന്ന് പറഞ്ഞാൽ എവിടത്തെ ഒടുക്കത്തെ അത് പറ. ഈ ബൈബിളിൽ ടീച്ചറെ
മുസ്ലിങ്ങളുടെ എന്നാണ് ആ ഒരു അവകാശവാദം പറയുന്നത്. അവസാനത്തെ പ്രവാചകനാണ്, ഇനിയൊരു പ്രവാചകൻ വരാനില്ല. അത് ശരിയാണോ തെറ്റാണോ സാറേ ഈ പ്രവാചകന്മാരുടെ 1,26,000 പറയുന്നുണ്ട്. അതിൽ 24 പേര് ഞങ്ങളുടെ ബൈബിളിലെ പ്രവാചകന്മാരെ പറ്റിയാ പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ ബൈബിൾ ഇല്ലെങ്കിൽ ഖുറാനുണ്ടോ? അതിനെ ഖുർആൻ തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയാൽ നിങ്ങൾ മുൻ വേദങ്ങളിലേക്ക് മടങ്ങിക്കോളാനാ. അപ്പൊ ബൈബിള് കോപ്പി അടിച്ചപ്പോഴേക്ക് ആ പ്രവാചകന്മാരെ കൂടെ ഇനി കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാക്കി ഈ 25 പേര് ഒഴിച്ച് ബാക്കിയുള്ളവർ എവിടെ പോയി എന്റെ പൊന്നു ടീച്ചറെ? അല്ല, സെലക്റ്റീവായിട്ട് കുറച്ച് ആളുകളുടെ പേര് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഈ 1.25 ലക്ഷം ഉണ്ടെന്നുള്ളതും ഖുർആൻ കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ടതല്ല, ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ് ഈ 1.25. 1.24 ഉള്ളൂ. നമുക്കിനി മോഡ്സ് ഒക്കെ ആണെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് സമയപരിമിതി സംസാരിച്ചിട്ടില്ല, നിഷ്പക്ഷം സംസാരിച്ചിട്ടില്ല, ഇന്ന് സംസാരിച്ചോളൂ. ഞാൻ സംസാരിച്ചില്ല. ജിന്ന് കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വാസവനിലേക്ക് വരാം. ജാമിദ ടീച്ചർ പോയോ? കേൾക്കുന്നുണ്ടോ? ടീച്ചർ ഉണ്ട്, പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ പറയുന്നത് വെച്ചാലേ ഇപ്പോ നമ്മളിപ്പോ ഒരു പുതിയൊരു ഫാഷൻ നമ്മൾ ഇതിൽ കാണും. എനിക്കെന്തോ നെറ്റിന്റെ നല്ല പ്രശ്നമുണ്ട്, ഒരു രക്ഷയുമില്ല, നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അവരെ ഒരു ഉമ്മത്ത് ബോധമാണ്. കാരണം വെച്ചാല് നമ്മുടെ ആൾക്കാരാണ്, നമ്മുടെ മുസ്ലിങ്ങളാണ്, നമ്മുടെ ആൾക്കാരാന്നുള്ള ഒരു ചിന്ത ഈ മതം വിട്ട ആൾക്കാരും മതത്തെ വിമർശിക്കുന്ന ആൾക്കാർക്കും എന്തുകൊണ്ടാണ് ഈ ഒരു ഗോത്രീയ ബോധം, ഉമ്മത്ത് ബോധം നഷ്ടപ്പെടാത്തത്? അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഇവിടെ പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് ടീച്ചിനാണ് ഇസ്ലാമിലേക്ക് പോകും, അങ്ങനെയൊക്കെ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ അല്ല, സംഘപരിവാറിന്റെ ചാമ്പറിൽ ഇരുന്നു കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഇസ്ലാമിലേക്ക് പോകും എന്നൊക്കെ പറയുന്ന ഒരു ഉള്ളിൽ സ്വത്വബോധം പേറുകയും ഉള്ളിലൊരു ഉമ്മത്ത് ബോധം ഉണ്ടാവുകയും ആ മതം വിട്ട ആൾക്കാർ, ഇത്തരം ആൾക്കാരെ എങ്ങനെയാണ് എനിക്കാണെന്ന് തോന്നുന്നു വലിയ രൂപത്തിൽ നെറ്റ് ഇഷ്യൂ ഉള്ളത്. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് ചോദ്യമൊന്നും അങ്ങനെ കൃത്യമായിട്ട് കേൾക്കുന്നില്ല. എന്തായിരുന്നാലും ഞാനത് പറഞ്ഞു തരാം. ചില ആളുകള് ഇസ്ലാമിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടല്ല യുക്തിവാദികളാകുന്നത്. എന്നോട് തന്നെ മുതിർന്ന യുക്തിവാദി നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും ഭീകരമായിട്ട് ഇസ്ലാമിനെ വിമർശിക്കണ്ട, നമ്മുടെ മുസ്ലിങ്ങളാണ്, അവർക്ക് വിഷമമുണ്ടാക്കുന്ന രൂപത്തിലല്ല, അവരെ തിരുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അതുകൊണ്ട് കുറച്ചുകൂടി മൈൽഡ് ആകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത്, അടിക്കുന്നത് വേദനിക്കാനാ, നോവാനാണ് അടിക്കുന്നത്. അപ്പോൾ അവരെന്താണോ അതിനകത്ത് നിന്ന് ഉൾക്കൊള്ളുന്നത് അതവർ ഉൾക്കൊണ്ടോട്ടെ. അതല്ലാതെ നമുക്ക് സോപ്പിട്ട് മിനുക്കി പഞ്ചാര അടിച്ച് അങ്ങനെയൊന്നും സുഖിപ്പിച്ച് പറയാനൊന്നും എനിക്കറിയില്ല. എൻ്റെ ശൈലി ഇങ്ങനെയാണ്, എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ചിലര് പെട്ടെന്നുണ്ടാകുന്ന ഒരു ആവേശത്തില് ഞാൻ വലിയ യുക്തിവാദിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോഴേക്ക് നല്ല രൂപത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ സ്വീകാര്യത ലഭിക്കാതാകുമ്പോഴേക്ക് തിരിച്ചു പോകും. നമുക്ക് അയ്യൂബിനെ ഒക്കെ അറിയുന്നതല്ലേ. അതുപോലെ അവർക്ക് ഉള്ളിന്റെ ഉള്ളിലുണ്ട്, അയ്യോ പടച്ചോൻ, അയ്യോ പരലോകം, അയ്യോ മുസ്ലിങ്ങള്, നമ്മുടെ മുസ്ലിങ്ങൾക്കല്ലേ വിമർശനങ്ങൾ കൊള്ളുന്നത്, അവർക്ക് വേദനിക്കില്ലേ, വേണ്ട നമ്മൾ മുസ്ലിങ്ങളെ മൊത്തത്തിൽ അങ്ങനെ പറയണ്ട. ചിലപ്പോൾ പേടി കൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഉള്ളിൽ ഇപ്പോഴും ഒരു ഇസ്ലാമും മുസ്ലിമും പരലോകവും സ്വർഗവും നരകവും ഒക്കെ ഉണ്ടോ എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടായിരിക്കും. ഇത്തരം ആളുകളെ വിശ്വസിക്കാതിരിക്കലാണ് ഭേദം. ടീച്ചർ ഒരു കാര്യം കേട്ടില്ല തോന്നുന്നുണ്ട്, അത് ജിന്നിനോട് മറുപടി പറയാതിരുന്ന. ഈ ഉമ്മത്ത് ബോധം മാത്രമാണെന്ന് പറയാൻ പറ്റില്ല, കാരണം മറുഭാഗത്ത് ആര് എന്നുള്ള ഒരു വിഷയമാണ്. അത് പറയാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് സുഡാനിൽ മുസ്ലിങ്ങൾ കുട്ടികളടക്കം മരിച്ചു വീഴുന്നുണ്ട്, യമനിൽ മുസ്ലിങ്ങൾ കുട്ടികളടക്കം മരിച്ചു വീഴുന്നുണ്ട്, ഇവിടെ ആരും മുതലക്കണ്ണീര് മുഴക്കാറില്ല, നമ്മൾ ആരും കണ്ടിട്ടില്ല ഒരു മുതലക്കണ്ണീര് ഇത് ഭാഗത്ത് വന്നില്ല. അപ്പൊ മറുഭാഗത്ത് ആര് എന്നുള്ളതും ഒരു പ്രധാന ഘടകമാണ്. അപ്പത്തെ ഇസ്രായേലിനോടുള്ള അല്ലെങ്കിൽ യഹൂദികളോടുള്ള ഇവരുടെ എല്ലാ കാലത്തെയും ആ വൈരാഗ്യം കൂടി ഒരു പ്രധാന ഘടകമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ടീച്ചർ കേൾക്കാത്ത കാരണമാണ് ഞാൻ എന്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം പറഞ്ഞത്.
ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്തോ നെറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അത് കേൾക്കുന്നില്ലായിരുന്നു. ഇപ്പൊ നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെടുമ്പോഴും, പിന്നെ ഇന്ത്യയില് കാശ്മീരില് പഹൽഗാം ഭീകരാക്രമണത്തില് ഇന്ത്യക്കാരായിട്ടുള്ള 29 പേര് കൊല്ലപ്പെടുമ്പോഴും, ഇപ്പൊ അഫ്ഗാനില് 2200ഓളം ആളുകൾ ഭൂകമ്പത്തിൽ പിന്നെ മരിച്ചു എന്ന് മാത്രമല്ല, ഇവര് രക്ഷപ്പെടുത്താതെ ഒരുപാട് സ്ത്രീകള് ഇവര് നോക്കി നിൽക്കുകയാണ്. അവരുടെ ശരീരത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ മണ്ണും പൊടിയൊക്കെ ഇടിഞ്ഞു വീണ് അവരടിയിലേക്ക് പോകുന്നത്, കണ്ണും കൈയും കാലും ഒക്കെ നഷ്ടപ്പെട്ട് ജീവന് വേണ്ടി കേണ് നിലവിളിക്കുന്നത് അവരിങ്ങനെ കാണുവാണ്. എന്നിട്ട് പോലും അവർക്ക് വേണ്ടി കരയാൻ, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി കരയാൻ ഒന്നും ഇവർക്ക് പറ്റുന്നില്ല. അതിന്റെ അർത്ഥം ഇവരുടെ ഉള്ളിലുള്ള ഈ ഒരു ബോധമാണ്. ഒന്ന്, എതിർഭാഗത്ത് നിൽക്കുന്നത് ജൂതനാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആക്റ്റീവായിട്ടൊന്ന് എതിർക്കാം. ഹമാസിനെ നായിന്റെ മക്കൾ എന്ന് വിളിച്ചത് പലസ്തീൻ പ്രസിഡന്റ് ആയിട്ടുള്ള മഹ്മൂദ് അബ്ബാസ് ആയിരുന്നു. ഏതെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങളിൽ നമ്മൾ അത് കണ്ടോ? ഇല്ല. അവരാരും അതിനെ എതിർത്തില്ല. എന്നിട്ട് ഞങ്ങൾക്ക് സമാധാനം വേണം, ഭക്ഷണം വേണം, ജീവിതം വേണം, നിങ്ങൾ ഈ മണ്ണു വിട്ടു പോകൂ എന്ന് പറഞ്ഞ് ഹമാസിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്തി, ബാനറുകൾ ഉയർത്തി ഗാസൻ ജനത മുന്നോട്ട് വന്നതും ഇവര് കണ്ടില്ല. ആയുധം താഴെ വെച്ച് ഗാസയുടെ ഭരണം വിട്ടു പോകാൻ ഇപ്പോൾ ഹമാസിനോട് പറയുന്നത് ഇവർക്ക് മീഡിയേഷന് വേണ്ടി വന്ന സൗദി അറേബ്യയും ഈജിപ്തും ഖത്തറും ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളാണ്. കാരണം അവര് കാരണമാണ് ഗാസൻ ജനത ദുരിതത്തിലാകുന്നത്. എന്നിട്ടും ഗാസക്കാര് പോലും തള്ളിപ്പറഞ്ഞ ഹമാസ് ഭീകരരെ ഇവിടെ പാലക്കാട് പള്ളി ഉറൂസിന്റെ അന്ന് ആനയുടെ എഴുന്നള്ളത്തിന്റെ പുറത്താണ് ഇവർ കയറ്റിയിരുന്നത്, യഹ്യാ സിൻവാറിനെയും ഇസ്മായിൽ ഹനിയെയും ഒക്കെ. അതുപോലെ വഖഫുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തില് കരിപ്പൂർ വിമാനത്താവളത്തിനകത്താണ് ഇവര് ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ കൊണ്ടുവന്നത്. കൂടെ നിന്നവരൊക്കെ രാപ്പനിയുടെ ചൂട് നന്നായി അറിഞ്ഞു തുടങ്ങി എന്നാണ് വിദേശ മാധ്യമങ്ങൾ ഈജിപ്തിനെയും ഖത്തറിനെയും സൗദി അറേബ്യയും സംബന്ധിച്ച് ഹമാസിനോടുള്ള പ്രതികരണത്തിൽ എഴുതിയത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇപ്പോഴും ഹമാസ് എന്ന് പറഞ്ഞാൽ പോരാളികളാണ്, താലിബാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വിസ്മയമാണ്, സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്നാണ് ഇവർ പറയുന്നത്. അതായത് എന്ത് ചെയ്യാനും ലൈസൻസ് ഉള്ള ആളുകൾ. ഉമ്മത്ത് എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിന്റെ കാവൽ ഭടന്മാരാണ് അവരെന്നാണ് അവര് തന്നെ പറയുന്നത്. ഗാസയിലെ ഗാസൻ ജനതയേക്കാൾ ഹമാസിന് ഭക്തരുള്ളത് 5000 കിലോമീറ്റർ ഇപ്പുറം താമസിക്കുന്ന ഈ കൊച്ചു കേരളത്തിലാണ്. ഹമാസ് ആയുധം താഴെ വെച്ചാൽ ഗാസയിൽ സമാധാനം ഉണ്ടാകും. ഇസ്രായേലാണ് ആയുധം താഴെ വെക്കുന്നതെങ്കിൽ പിന്നെ ഇസ്രായേൽ എന്ന ഒരു രാജ്യം ഭൂമുഖത്തുണ്ടാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഗാസയെ ഓർത്ത് തേങ്ങുന്ന, രോമക്കുഴികളിൽ കൂടെ പോലും മനുഷ്യത്വം പുറത്തേക്കൊഴുകിയിട്ട് ഉരുട്ടിയ ചോറ് തൊണ്ടയിൽ നിന്ന് താഴേക്കിറക്കാൻ പറ്റാത്ത ഓൾ ഐസ് ഓൺ റാഫ എന്ന ക്യാമ്പയിൻ നടത്തുന്ന സേവ് ഗാസക്കാരോട് നമുക്ക് ചോദിക്കാനുള്ളത്, ബാക്കിയുള്ള ബന്ദികളെ വിട്ടുകൊടുത്തിട്ട് ഈ നരനായാട്ട് അവസാനിപ്പിക്കാൻ ഇവർക്ക് പറയാൻ തോന്നുന്നുണ്ടോ? ഒക്ടോബർ 7-ാം തീയതി തുടങ്ങിയതല്ല ഇത്. വികൃതവും വികലവുമായിട്ടുള്ള ഇവരുടെ ഈ ആശയം ഒരു കയ്യിൽ കിതാബും ഒരു കയ്യിൽ ആയുധവും നാവിൽ അല്ലാഹു അക്ബറുമായിട്ട് ഇവര് കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാ. അവിടെ സ്ത്രീകളാണെന്നോ കുട്ടികളാണെന്നോ ഗർഭിണികളാണെന്നോ പട്ടിണിയാണെന്നോ അവരുടെ കരച്ചിലിനെ സംബന്ധിച്ചോ ഒന്നും യാതൊരു ഉത്തരവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. നമ്മുടെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഗാസയിൽ മാത്രമേ വൃദ്ധരുള്ളൂ, ഗാസയിൽ മാത്രമേ പട്ടിണിയുള്ളൂ, സ്ത്രീകളുള്ളൂ, കണ്ണീരുള്ളൂ, അമ്മമാരുള്ളൂ. അല്ല, ഇവരുടെ ഇരട്ടത്താപ്പ് ഇന്ന് ലോകം കാണുന്നുണ്ട്. ഓക്കെ, ടീച്ചറെ നമസ്കാരം. വാസൻ സംസാരിച്ചു. വാസൻ എന്നെ കേൾക്കാമോ ടീച്ചറെ? നമസ്കാരം. കേൾക്കാം, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഇപ്പൊ ഒരു ബഹുസ്വര സമൂഹത്തില് ജീവിക്കുന്ന ഇന്ത്യയിലെ മുസ്ലിം മത അനുയായികൾ കാലാന്തരത്തിലെ എന്തെങ്കിലും പരിഷ്കരണ ത്വര പ്രകടിപ്പിക്കും. ഈ മതം ഈ ആധുനിക ലോക സമൂഹത്തിന് മനുഷ്യാവകാശങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ടുള്ള മറ്റുള്ള മതങ്ങൾ മാറിയ പോലെ, അതിൽ പരിഷ്കരണം നടത്തിയ പോലെ ഇന്ത്യയിലെ ഇസ്ലാം മതം മാറ്റത്തിന് വിധേയമാവുന്ന ഒരു പ്രത്യാശ ടീച്ചർക്കുണ്ടോ എന്നാണ്. മതം മാറത്തില്ല, മനുഷ്യര് മാറും. അതാണ് നമ്മൾ ഈ തിരുവോണത്തിന് കണ്ടത്. കാരണം പെൺകുട്ടികളും ആൺകുട്ടികളും ഇടകലരരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ ഇടകലർന്നു. ഡാൻസ് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ ഡാൻസ് ചെയ്തു. അത്തപ്പൂക്കളം ഇടരുത് എന്ന് പറഞ്ഞപ്പോൾ ഇട്ടു. ഓണം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ ആഘോഷിച്ചു. മുസ്ലിം പെൺകുട്ടികൾക്ക്
15 വയസ്സ് വിവാഹപ്രായമാക്കി സുപ്രീം കോടതിയിൽ നിന്നും വിധി വന്നപ്പോൾ മുസ്ലിം പെൺകുട്ടികൾ ഞങ്ങൾക്ക് വിവാഹമേ വേണ്ട, ഞങ്ങൾക്ക് പഠിച്ചാൽ മതി, ഞങ്ങൾക്ക് പഠിക്കണം, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം നേടണം, ജോലി നേടണം, സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണം എന്ന് പറഞ്ഞ് 19 വയസ്സുകാരിയായിട്ടുള്ള പൈലറ്റ് മലപ്പുറം മണ്ണിൽ പിറവിയെടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി മതം പരിഷ്കരണത്തിന് വിധേയമാകത്തില്ല, മുസ്ലിം സ്ത്രീകൾ മാറാൻ തയ്യാറാകും. ഇന്ന് അപ്പികുപ്പായം ധരിക്കുന്ന എത്ര പേരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്? മേക്കപ്പ് ഇടാത്ത, ലിപ്സ്റ്റിക് ഇടാത്ത, ഫേഷ്യൽ ചെയ്യാത്ത എത്ര മുസ്ലിം കുട്ടികളെ നമുക്ക് പൊതുനിരത്തിൽ കാണാൻ പറ്റുന്നുണ്ട്? വിദ്യാഭ്യാസം ഇല്ലാത്ത എത്ര കുട്ടികളുണ്ട്? അവരൊക്കെ വിദ്യാഭ്യാസം നേടുന്നു, ഈ മതം പഠിച്ചിട്ടല്ല. അതേപോലെ 5 നേരം നമസ്കരിക്കുന്ന മുസ്ലിം കുട്ടികളെ കാണാൻ നമുക്ക് വിരളമായിരിക്കും, തുലവും തുച്ഛമായിരിക്കും. നമസ്കരിക്കുന്ന, ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട് കാഫിറുകളോട് ചങ്ങാത്തം പാടില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളെയൊന്നും ഇന്ന് നമുക്ക് അധികം കാണാൻ പറ്റില്ല ഈ തീവ്രമത വിഭാഗങ്ങളിൽ അല്ലാതെ. അതുകൊണ്ട് തീർച്ചയായിട്ടും വരുന്ന 10 വർഷത്തിനകത്ത് മുസ്ലിങ്ങൾ പരിഷ്കരണത്തിന് വിധേയമാകും. അതാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി, യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ ഉപയോഗപ്പെടുത്തി എത്രയോ ആളുകൾ വരുമാന മാർഗം കണ്ടെത്തുന്നു. രാത്രി 10 മണി കഴിഞ്ഞാൽ മുസ്ലിം സ്ത്രീകളുടെ ലൈവിന്റെ ബഹളമാണ്. അല്ല, പെണ്ണ് പുറത്തു വരാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോ ചെയ്യാൻ പാടില്ല, പെണ്ണിന്റെ ശബ്ദം പോലും മറയാണ് എന്ന് പറഞ്ഞിരുന്നത് ഇന്ന് ആര് കേൾക്കുന്നു? ഇന്ന് സോഷ്യൽ മീഡിയയിൽ പെൺകുട്ടികളുടെ ഫോട്ടോയും വീഡിയോസും അവരുടെ ലൈവുകളും ഒക്കെ കൊണ്ടൊരു ബഹളമല്ലേ. അതുകൊണ്ട് മുസ്ലിം ജനത സ്വയം പരിഷ്കരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും വരുന്ന 5-10 വർഷത്തിനുള്ളിൽ ഇതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ പരിഷ്കരണത്തിന് വിധേയരാകും. പക്ഷേ ലിബിക്ക, നമുക്ക് ഒരു ചോദ്യമായിട്ട് പരിമിതപ്പെടുത്തണേ, സമയം പരിമിതി. ഓക്കെ, അങ്ങനെ ചെയ്യാം. നരേന്ദ്രൻ, സുനിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ആളിലേക്ക് പോവാം. നരേന്ദ്രൻ ഇല്ല, സുനിൽ, തിരുഭൂമി ഇല്ല. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നിഷ്പക്ഷനാണ് സംസാരിക്കേണ്ടത്. ഓക്കെ, നിഷ്പക്ഷ സംഖ്യ. ജാമിദ ടീച്ചർ നമസ്കാരം. ഞാനേ ജാമിദ ടീച്ചർ പറയുന്ന ഈ ഇസ്ലാമിന്റെ കേസിൽ തീവ്രവാദം അതിലൊന്നും എനിക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. ഞാൻ അംഗീകരിക്കുന്ന കുറച്ച് പോയിന്റ്സ് അവിടെ ഉണ്ട്. കയറി വരാൻ കാരണം നേരത്തെ വന്നൊരു ചോദ്യത്തിൽ, അതായത് ഇന്ത്യയിൽ ഹിന്ദു തീവ്രവാദമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജാമിദ ടീച്ചർ പറഞ്ഞത് അങ്ങനെ ഹിന്ദുക്കൾ ഞാൻ പറയുന്നില്ല, ഹിന്ദുത്വ തീവ്രവാദികൾ ആരെങ്കിലും കൊല്ലുകയോ കൈയേറ്റം ചെയ്യുകയോ സിവിലിയൻസിനെ കൊല്ലുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മതപരമായ ഇൻസ്പിറേഷനോ ഒരു മോട്ടിവേഷനോ, അതായത് അവരുടെ പുസ്തകങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ആ രീതിയിലാണ്. അപ്പൊ എന്റെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം ഇതാണ്, മതപരമായ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ടെററിസം എന്ന് പറയാൻ പറ്റൂ എന്നത് ഏത് ഡെഫിനിഷന്റെ അടിസ്ഥാനത്തിലാണ് ജാമിദ ടീച്ചർ പറഞ്ഞത്? അതിനെന്തെങ്കിലും അല്ല, ഞാൻ അവിടെ പറഞ്ഞത് കേട്ടിരുന്നില്ലേ? ക്രിസ്ത്യാനികളെ ഹിന്ദുക്കൾ കൊന്നൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും എതിർക്കപ്പെടേണ്ടതാണ് എന്ന് ഞാൻ അഡ്രസ് ചെയ്തിരുന്നു. അതാണ് തീവ്രവാദം. ശ്രീറാം വിളിച്ചിട്ടില്ലെങ്കിൽ കൊല്ലണം എന്നാണ് അവർ പറയുന്നതെങ്കിൽ, അങ്ങനെ ആരെയെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് തീവ്രവാദം. കഴിഞ്ഞ ദിവസം ഒരു 6 മാസമോ 1 വയസ്സോ പ്രായമായ ഒരു കുഞ്ഞിനോട് ഒരച്ഛൻ ജയ് ശ്രീറാം പറ, ജയ് ശ്രീറാം പറ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ ആക്രമിക്കുന്നുണ്ടായിരുന്നു. ഞാനതിനെ ശക്തമായിട്ട് അപലപിക്കുകയും എതിർക്കുകയും ചെയ്തു. അതാണ് തീവ്രവാദം. ഏത് രൂപത്തിലുള്ള തീവ്രവാദമാണെങ്കിലും നമ്മൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യണം. അത് ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നല്ല, ഇസ്ലാം ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ലോക ജനതയ്ക്ക് മുഴുവനും മാർഗദർശനമായി അള്ളാഹു അയച്ച കിതാബും കയ്യിൽ പിടിച്ചിട്ടാണ് ഈ ലോകത്ത് മുഴുവനും ഇവർ തീവ്രവാദം അഴിച്ചുവിടുന്നത്. അതുകൊണ്ടാണ് അതിനെ ശക്തമായി എതിർക്കുന്നത്. ഞാൻ അതിന് അവിടെ പറയുകയും ചെയ്തിരുന്നു, എനിക്ക് ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചിട്ടാണ് കൂടുതൽ അറിയുന്നത്, ഹൈന്ദവ ഗ്രന്ഥങ്ങളെ കുറിച്ച് കൂടുതൽ അറിയില്ല. അങ്ങനെ ഒരു തീവ്രവാദം തീർച്ചയായിട്ടും അതിനെ എതിർക്കപ്പെടേണ്ടതാണ്. അത് മതഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നല്ല, അതല്ലാതെയാണെങ്കിലും ശരി, നമ്മുടെ വിശ്വാസം മറ്റുള്ളവരുടെ വിശ്വാസത്തേക്ക്, മറ്റുള്ളവരുടെ മനുഷ്യാവകാശത്തിലേക്ക്, അവരുടെ വ്യക്തിത്വത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അതാണ് തീവ്രവാദം. കൺക്ലൂഡ് ചെയ്തോട്ടെ ടീച്ചർ, ഞാൻ ഈ ഒരു അടിച്ചേൽപ്പിക്കുന്നതല്ല ഉദ്ദേശം. ഇപ്പം മതപരമായ റീസൺ മാത്രമല്ല, അത് പൊളിറ്റിക്കൽ ഐഡിയോളജി ആവാം, അല്ലെങ്കിൽ റേസിസം ആകാം. ഇപ്പം ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നതോ, അല്ലെങ്കിൽ നിയോ നാസികൾ ആന്റി ഇമിഗ്രേഷൻ റെട്ടറിക്കിന് പുറത്ത് ഇമിഗ്രേഷൻസിനെ കൊല്ലുന്നതോ, അത് അവർ അറ്റാക്ക് ചെയ്യുന്നതോ ടെററിസത്തിൽ പെടുന്ന കാര്യങ്ങളാണ്. അതിന് ഇപ്പൊ ജയ് ശ്രീരാം വിളിക്കണമെന്നോ അല്ലെങ്കിൽ അള്ളാഹു അക്ബർ വിളിക്കണമെന്നോ ഇല്ല. അവിടെ ഡ്രൈവ് ചെയ്യുന്ന ഐഡിയോളജികൾ പലതാണ്. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിക്കുന്നത്, ഇന്ത്യയിൽ ഹിന്ദു തീവ്രവാദം അല്ലെ ഹിന്ദുത്വ ടെററിസം ഉണ്ട് എന്ന് ടീച്ചർ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അല്ലാതെ ശ്രീരാമൻ വിളിക്കണോ അങ്ങനെയല്ല. എന്റെ സുഹൃത്തെ, ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യക്തമായില്ലേ? 1 വയസ്സുള്ള കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് അടക്കമുള്ള വസ്തുതകൾ ഞാൻ പറഞ്ഞില്ലേ എണ്ണി. ഓക്കെ, അപ്പൊ ടീച്ചർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല. അത് നേരത്തെ പറഞ്ഞപ്പോ എനിക്ക് ക്ലിയർ ആയില്ലതാണ്. ഇതുപോലെ
താങ്ക് യു ജാമിദ ടീച്ചർ. താങ്ക് യു അമൻ. ടോം സാർ സംസാരിച്ചു. താങ്ക് യു ടീച്ചറെ. നമസ്കാരം. ടീച്ചറിന്റെ വീഡിയോകളും പ്രസംഗങ്ങളും ഒക്കെ കേരള സമൂഹത്തിന് ഒരു ശാന്തി കൊണ്ടുവരുന്നതിനും, അതായത് ഇസ്ലാം എന്താണെന്ന് അറിയാനും ഇസ്ലാമിനെ എക്സ്പോസ് ചെയ്യാനും ഒക്കെ ഉപകരിക്കുന്നുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇസ്ലാം ഒരു പൂർത്തീകരിച്ച മതവും അതോടൊപ്പം തന്നെ അവസാനത്തെ പ്രവാചകനുമായിട്ടുള്ള ഈ മുഹമ്മദ് കൊണ്ടുവന്നിട്ടുള്ള നിയമസംഹിതയെ ഇന്ന് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? മുസ്ലിങ്ങളുടെ ഒരു ഭൂരിപക്ഷം, ഉദാഹരണത്തിന് സ്ലേവറി എന്ന് പറയുന്നത് ഇപ്പോഴും ഇസ്ലാം തള്ളിക്കളയാത്ത ഒരു ഐഡിയോളജിയാണ്. ഇവിടെ വന്ന് നമ്മുടെ ഒരു മദനി എന്ന് പറഞ്ഞ ഉസ്താദ് പറഞ്ഞത്, ക്ലബ് ഹൗസിൽ വന്ന് ഒരിക്കൽ പറഞ്ഞത്, ഇനി ഭാവിയിൽ ഒരു ഖിലാഫത്ത് ഉണ്ടായാൽ, മീൻ ഒരു ഇവരുടെ ഒരു സൂറ കൗൺസിൽ ഭരിക്കുന്ന സംവിധാനമാണല്ലോ, അത് വന്നാൽ അന്ന് അവിടെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത് നിരോധിക്കാതിരുന്നത് പറഞ്ഞിട്ട് പോയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഈ സ്ലേവറി പിന്നീട് മനുഷ്യരെടുത്ത് കളഞ്ഞു. അതോടൊപ്പം തന്നെ ഈ മെഹറം എന്ന് പറഞ്ഞൊരു പരിപാടി, പെൺകുട്ടികൾ പോകുന്നത്. ഇപ്പൊ ഞാനിപ്പോൾ പല സ്ഥലത്തും കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്, ഞാൻ UK-ലാണ് ടീച്ചറെ. ഈ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ഈ രാത്രി 10 മണിക്കും 11 മണിക്കും ഒക്കെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന മുസ്ലിം പെൺകുട്ടികളെ ഞാൻ കണ്ടു. അപ്പൊ ഈ മഹറം എന്ന് പറയുന്നത് നടക്കണ കാര്യമല്ല എന്നുള്ള കാര്യം അവർ തന്നെയുള്ളൂ. ഇവിടെ ഈ പറഞ്ഞ എഡ്യൂക്കേഷന് വേണ്ടി വന്നിട്ടുള്ള പിള്ളേർ. അപ്പൊ ഇതൊക്കെ ഈ കാലകരണം, ഇപ്പൊ മുഹമ്മദ് പൂർത്തീകരിച്ച മതത്തിന് മനുഷ്യന് കൊണ്ടെടുക്കാൻ പറ്റാത്ത ഒരുപാട് നിയമങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ സ്ലേവറി, മെഹ്റം, അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ മുഹമ്മദ് പ്രാക്ടീസ് ചെയ്ത അദ്ദേഹത്തിന്റെ സുന്നകളായിട്ടുള്ള കാര്യങ്ങൾ പലതും ഇന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ഈ പൂർത്തീകരിച്ച മതവും പൂർത്തീകരിച്ച പ്രവാചകനുമായി, അവസാനത്തെ പ്രവാചകനുമായി മാറുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അദ്ദേഹത്തെ കടന്ന ആളുകൾ പോകുന്നത് നമ്മൾ കാണുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രവാചകന്റെ ചര്യ, അതുപോലെ തന്നെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യപ്പെട്ട സ്ത്രീ വിഷയത്തിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത പല കാര്യങ്ങളും, ഇതൊന്നും ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് പറഞ്ഞാൽ തന്നെ ജുഗുംസാപകമായിട്ട് തോന്നുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് അദ്ദേഹം പൂർത്തീകരിച്ച ഒരു പ്രവാചകനാകുന്നതെന്ന് എനിക്ക് എത്ര കണ്ടായിട്ട് മനസ്സിലാകുന്നില്ല. അതിനെപ്പറ്റി ടീച്ചറിന്റെ കാഴ്ചപ്പാടെന്ന് പറയാമോ? താങ്ക് യു. ഇസ്ലാം പൂർണ്ണമല്ല, 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ അവതരിച്ചത് എന്ന് പറയപ്പെടുമ്പോഴും പ്രവാചകൻ മരിക്കുന്ന സമയത്തും വെളിപാട് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. തന്നെയുമല്ല, ഇസ്ലാമില് നമുക്ക് ഈ കാലഘട്ടത്തില് യോജിച്ചതൊന്നും അതിനകത്തില്ല. ആ 6-ാം നൂറ്റാണ്ടിലെ കാലഹരണപ്പെട്ട ചില ആശയങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഇസ്ലാം പൂർണ്ണമാണ് എന്ന് പറയുന്നത് ഇവര് മാത്രമാണ്. ഇപ്പോ ഖുർആനും പറയുന്നുണ്ട് ഇസ്ലാം പൂർണ്ണമാണെന്ന്. ഇപ്പം നമുക്കറിയാം, ഞാൻ പറഞ്ഞു വന്നത് ആ വിഷയത്തെ സംബന്ധിച്ചിട്ടാണ്. അഫ്ഗാനിസ്ഥാനിൽ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു. ഇത് ഒരുപാട് ദിവസങ്ങളായിട്ടില്ല. സെപ്റ്റംബർ 6-ാം തീയതിയാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്. എന്നിട്ട് ഈ ദുരന്ത ബാധിത മേഖലയില് സ്ത്രീകൾ അനുഭവിക്കുന്ന നരക യാതനകളെ സംബന്ധിച്ചിട്ട് UN റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ ദുരന്തത്തിൽ പെട്ടുപോയ സ്ത്രീകളിൽ ചിലർക്ക് കൈയില്ല, ചിലർക്ക് കാലില്ല, ചിലർക്ക് ഭൂരിഭാഗവും മണ്ണിനടിയിലായി പോയി, ചിലർക്ക് നടക്കാൻ പറ്റാതെ വീണുപോയവരുണ്ട്, വൃദ്ധരുണ്ട്, ഗർഭിണികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. അപ്പോ ഇവരെ സഹായിക്കാൻ രക്ഷാപ്രവർത്തകർക്ക് പറ്റുന്നില്ല. കാരണം അത് സ്ത്രീകൾക്ക് മതം അവിടെ വെല്ലുവിളിയായിട്ട് വരുവാണ്. ഭൂകമ്പത്തില് തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ത്രീകളെ രക്ഷപ്പെടുത്താൻ രക്ഷാപ്രവർത്തകർക്ക് മഹ്റം എന്ന ഒരു വിഷയം അവിടെ വരുവാണ്. അവർക്ക് വിവാഹബന്ധം നിഷിദ്ധമായിട്ടുള്ള സ്ത്രീകളല്ല അവര്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും ഇത്തരം ആശയങ്ങളുമൊക്കെ താലിബാൻ ഏർപ്പെടുത്തിയ ഒരു ഭരണകൂടം ലിംഗ നിയന്ത്രണങ്ങൾ അവിടെ കൊണ്ടുവരുവാണ്. ഈ ദുരന്തത്തിൽപ്പെട്ട അഫ്ഗാനിലെ സ്ത്രീകളെ മരണത്തിലേക്ക് തള്ളിവിടുന്നത് 6-ാം നൂറ്റാണ്ടിന്റെ ഈ നിയമമാണ്. പുരുഷന്മാർക്ക് അവരെ സ്പർശിക്കാൻ പാടില്ല, തുണിയിൽ പിടിച്ചു വലിക്കുവാണ്. കാരണം അവരുമായിട്ട് ബന്ധമില്ലാത്ത പുരുഷന്മാരുമായിട്ട് ചർമ്മ സമ്പർക്കം പാടില്ല എന്നാണ് അതിന്റെ ടൈറ്റിൽ. ഈ നിയമം അഫ്ഗാനിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുവാണ്. ഭൂകമ്പത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മതം മരണത്തിലേക്ക് അവരെ കൊണ്ടുപോയി എന്നതാണ്. ഇത് കാരണം തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കടിയിൽ ഗുരുതരമായി പരിക്കേറ്റവരും അതുപോലെ കുറച്ചു പരിക്കേറ്റ ആളുകളും കൂടുതൽ പരിക്കേൽക്കുന്നതിന് വേണ്ടിയും അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്നതിനും ഈ മതം കാരണമായി രക്ഷാപ്രവർത്തകർ നിന്ന് കരയുന്ന കാഴ്ച. ഒരു സ്ത്രീയുടെ അടുത്ത പുരുഷ ബന്ധു എന്ന് പറയുന്നത് അവളുടെ അച്ഛൻ, സഹോദരൻ, ഭർത്താവ്, അതല്ലെങ്കിൽ മക്കള്, ഇവരൊക്കെ മാത്രമേ ഉള്ളൂ. ഇവരെ ഇപ്പൊ ദുരന്തബാധിത മേഖലയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഈസി അല്ലല്ലോ. അപ്പൊ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ ഒരു നിയമമാണ് സ്ത്രീകൾക്ക് അവരുടെ കുടുംബത്തിലെ പുറത്തുള്ള പുരുഷന്മാരെ തൊടാൻ പാടില്ല എന്നതാണ്.
മെഡിക്കൽ വിദ്യാഭ്യാസത്തിലും മറ്റ് പൊതുമേഖലകളിലും ഒക്കെ സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്നതിന് പോലും താലിബാനിൽ വിലക്കുണ്ട്. അവർക്ക് LKG UKG മുതൽ മറയിട്ടിട്ടാണ് പഠിപ്പിക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം മതി, അതുപോലെ അവർക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസം വേണ്ട എന്നാണ് പറയുന്നത്. അങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് പോലും തടസ്സമായി തീർന്നത് ഈ മതമാണ്. അപ്പോ അതുപോലെ തന്നെയാണ് ഈ അടിമത്വം എന്ന് പറയുന്ന ഒരു വിഷയം. ഈ വിഷയത്തെ സംബന്ധിച്ച് ഇന്നും ഗൾഫ് രാജ്യങ്ങളിൽ നമ്മൾ കാണുന്നു. അഫ്ഗാനിസ്ഥാനിൽ തന്നെ ഈ പട്ടിണി കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ സ്വന്തം മക്കളെ ഇത്ര രൂപയ്ക്ക് വിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുവാണ് അഫ്ഗാനിസ്ഥാനിൽ. എന്തിനാണ്? പട്ടിണി കൊണ്ട്. പാകിസ്ഥാനിലും അതെ. എന്നിട്ട് 6ഉം 7ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ക്യാമറ പിടിക്കുമ്പോൾ എത്ര വയസ്സായി എന്ന് ചോദിക്കുമ്പോൾ 6. എത്ര വയസ്സായി? 7. കുട്ടികൾ ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. എന്തിനു വേണ്ടിയാണ് തൻ്റെ മാതാപിതാക്കൾ ഈ കാപാലിക കൂട്ടങ്ങൾക്ക് തങ്ങളെ വിറ്റത് എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾ. ഇത് അള്ളാഹുവിൻ്റെ ഒരു കഴിവുകേടാണ്. ഈ മതം പൂർത്തീകരിച്ചിട്ടില്ല എന്നും ഈ മതം ലോകത്ത് ഒരു കാലഘട്ടത്തിനും യോജിച്ചതല്ല എന്നതിൻ്റെയും തെളിവാണ് 1 മഹ്റവും 2 അടിമത്വവും. വളരെ പ്രധാനപ്പെട്ട 2 പദങ്ങളാണ് നിങ്ങൾ ഇവിടെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. മനുഷ്യനെ മനുഷ്യൻ തന്നെ അടിമപ്പെടുത്തുന്ന ഒരു രീതി, അവരെ സെക്സ് സ്ലേവായിട്ട് ഉപയോഗിക്കാം എന്ന് പറയുന്ന ഖുർആൻ ഇത് കാലാനുസൃതമല്ല എന്നതിൻ്റെ തെളിവാണ്. മാറി മാറി വരുന്ന കാലഘട്ടങ്ങൾക്ക് അനുസൃതമായി മാറ്റത്തിരുത്തലുകൾ ഉൾക്കൊള്ളാത്ത ഈ മതം എങ്ങനെയാണ് പൂർണ്ണമാണ് എന്ന് പറയുന്നത്? 6ആം നൂറ്റാണ്ടിലെ ആ കാലഘട്ടത്തിന്റെ ജനതയ്ക്ക് വേണ്ടി അവർക്ക് അനുസൃതമായിട്ട് അവതരിച്ച ഒരു ഗ്രന്ഥം മാത്രമാണിത്. താങ്ക് യു. കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ചെറിയ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചോട്ടെ പ്ലീസ്. ഒറ്റ മിനിറ്റ്. ഇനി ചോദ്യങ്ങൾ ചോദിക്കാവുന്ന ആൾക്കാർ ഒരു സംക്ഷിപ്ത രൂപത്തിലെ ഒന്ന് ഫ്രെയിം ചെയ്തിട്ട് ചോദിക്കുക. കാരണം ടീച്ചർക്ക് പോകാൻ നമുക്ക് അനുവദിച്ച സമയം ഏകദേശം ആയി തുടങ്ങി. അപ്പോൾ ചോദ്യങ്ങൾ വലിയ രീതിയിൽ പറയാതെ ഒരു സംക്ഷിപ്ത രൂപത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറുപടി പറഞ്ഞു പോകാൻ പറ്റും. ടോം കണ്ടിന്യൂ ചെയ്തു. എനിക്ക് ഒരു അരമിനിറ്റ് പോലും വേണ്ട. അതായത് ഈ ഇച്ചിരി മുമ്പ് നമ്മുടെ സുഹൃത്ത് ചോദിച്ചു, ഈ മതപുസ്തകത്തിൽ ഇല്ലാത്ത പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഫാസിസം എന്ന് പറയുന്നത് ഏത് തരത്തിലാണെങ്കിലും മതപുസ്തകം പോലെ തന്നെ അപകടകരമല്ലെന്ന്. മതപുസ്തകത്തിൽ ഇല്ലാത്ത ഫാസിസത്തിന്റെ കാലാവധി നമ്മുടെ കൺമുമ്പിൽ കണ്ടത് 1933 to 1945. രണ്ടാമത് ഫാസിസത്തിന്റെ കാലാവധി കണ്ടത് കമ്മ്യൂണിസം, അതിന്റെ കാലാവധി കണ്ടത് 1919 to 1993 92 ഈ കാലഘട്ടം. അപ്പൊ എത്ര 80 വർഷം ഏറ്റവും കൂടിയ. അല്ലായെങ്കിൽ ഹിറ്റ്ലറുടെ ഫാസിസം നമ്മൾ കണ്ടത് കേവലം 12-13 വർഷം. ഇതാണ് ഹിറ്റ്ലറുടെ ഫാസിസവും ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന 2 ഫാസിസത്തിന്റെ ഡ്യൂറേഷൻ നമ്മൾ കണ്ടത്. മറിച്ച് മത ഫാസിസത്തിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ലോകം എന്നുവരെ ഉണ്ടോ അന്ന് വരെ ഉണ്ടോ എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ കൂടുതൽ അപകടകരമാണെന്ന് പറയേണ്ടി വരുന്നത്. അത് മതത്തിന്റെ പുസ്തകത്തിനുണ്ടെങ്കിൽ കൂടുതൽ അപകടകരമാണെന്ന് ഉള്ളതുകൊണ്ടാണ് ഇതിനെ ആദ്യം എതിർക്കേണ്ടത്. ആദ്യം കാണുന്ന ശത്രു എന്ന് പറയുന്നത് ഈ മതം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നോക്കില്ല. അതൊന്ന് പറഞ്ഞോട്ടെ. താങ്ക് യു. നന്ദി. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇസ്ലാമിക തീവ്രവാദം ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഹിന്ദുത്വ തീവ്രവാദം ഇന്ത്യക്കകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ഇത് ലോകത്തെ മുഴുവനും വ്യാപിക്കുന്ന ഒരു അഗ്നിയായി മാറുന്നു. അപ്പോൾ ഇവർ പറയുന്നത് ഗ്രന്ഥത്തിലുള്ളത് മാത്രമായതുകൊണ്ടാണ്. അത് എന്നെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിച്ചതാണ്. കാരണം ഹിന്ദുത്വ തീവ്രവാദം ഇല്ല എന്ന് ഞാൻ പറയുമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ഒരു പ്രദേശം മുസ്ലിം ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ അത് ഇസ്ലാമിക തീവ്രവാദത്തിലേക്കും ദേശവിരുദ്ധതയിലേക്കും പോകും എന്ന് ഈ കേരളം തെളിയിച്ചു കൊണ്ടിരിക്കുവാണ്. ഇന്ത്യ തെളിയിച്ചു കൊണ്ടിരിക്കുവാണ്. കാശ്മീരിൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ തീവ്രവാദികളും രാജ്യദ്രോഹികളുമാണ്? അവരെ എന്തുകൊണ്ടാണ് സമൂഹം ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് എന്ന് ചിന്തിച്ചാൽ മതി. ആ കിതാബിലേക്ക് നമ്മൾ എത്തിച്ചേരും. എത്ര വലിയ കുറ്റകൃത്യം ചെയ്ത ആളുകളാണെങ്കിലും ശരി, സ്വന്തം സമുദായം അവരെ ന്യായീകരിക്കുന്നു, അവരെ ചേർത്ത് നിർത്തുന്നു. അവരുടെ വീട്ടുകാരും അവരെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല. ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും അവരെ തള്ളിപ്പറയാൻ പറ്റുന്നില്ല. ലോകത്ത് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കിടക്കുന്ന ഏതെങ്കിലും ഒരു മതഭീകരനും തീവ്രവാദിയും ചത്താൽ പോലും അവർക്ക് വേണ്ടി പ്രതിഷേധ മുറവിളികൾ ഉയർത്തുകയും അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി മയ്യത്ത് നമസ്കരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മതവിഭാഗമായിട്ട് കേരളത്തിലെ തീവ്രവാദം
ഇവിടെ നിൽക്കുന്നു. ഇനിയും RSSനെ ഭയക്കുന്നതിനേക്കാൾ കൂടുതൽ മൊല്ലമാരെ ഭയക്കണം, ഈ മതതീവ്രവാദികളാകുന്ന ബാലുശ്ശേരിമാരെ ഭയക്കണം. കാരണം ഇദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഒരു വാക്യമുണ്ട്: സുന്നി മദ്രസകളിലെ വിദ്യാർത്ഥികളെ കഴുത്തു ഞെരിച്ചു കൊല്ലണം എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്. ഏതെങ്കിലും ഒരു RSS നേതാവ് ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഇവരുമായി ചേർന്ന് നിന്ന് മുസ്ലിങ്ങൾ ഐക്യപ്പെടുമ്പോൾ മുസ്ലിങ്ങളുടെ ഗതികേടാണ്. ഒരു മുസ്ലിം നേതാവ് ഇത്തരം തീവ്രവാദ ആശയങ്ങൾ പറയുമ്പോൾ അതിനെ എതിർക്കേണ്ടതിന് പകരം അതിനെ ഇവർ അനുകൂലിക്കുന്നു. നാളെ ഇവര് ഭൂരിപക്ഷമായാൽ തുർക്കിയെ ചതിച്ച് പലസ്തീൻ പാശ്ചാത്യർക്ക് കൊടുത്തതുപോലെ നമ്മളെയും ഇവര് ചതിക്കും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഈ കേരളത്തിലെ മതേതരന്മാര് ഒന്ന് ഓർത്തിരിക്കണം എന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ബോധവൽക്കരണം നടത്തുന്നത്. ഫ്രാൻസിൽ ഒരു അധ്യാപകന്റെ തലയറുത്ത് കൊല്ലപ്പെട്ടപ്പോൾ ഇവിടെ ആരെങ്കിലും പ്രതികരിച്ച് നമ്മൾ കേട്ടോ? ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്തപ്പോൾ ആരെങ്കിലും പ്രതിഷേധിച്ച് നമ്മൾ കേട്ടോ? അങ്ങ് ദൂരെ ഫ്രാൻസിൽ ഒരു ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായിരുന്നെങ്കിലോ ഇവരെ എതിർത്തേനെ. കേരളത്തിലെ അധ്യാപകന്റെ കൈവെട്ടൊക്കെ ഒറ്റപ്പെട്ടതാണെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ദൂരെ നടക്കുന്ന സംഭവങ്ങളൊന്നും ഒറ്റപ്പെട്ടതല്ല. നമ്മുടെ പരിസരത്ത് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തെ ഇവർ എത്ര പേര് എതിർത്തു? അതുകൊണ്ടാണ് ഇവരുടെ പേടിപ്പിക്കുന്ന ഇത്തരം ആശയത്തെ നമ്മൾ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കേണ്ടി വരുന്നത്. ഇനി കൈവെട്ടാണെങ്കിലും തലയെറുത്ത് കൊല്ലുന്നതാണെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പ്രവാചകൻ നിന്ന എന്ന ആശയമാണ്. ആരാണ് പ്രവാചകൻ എന്ന് പറഞ്ഞാല് പടച്ചോൻ ചില ചുമതലകൾ ഏൽപ്പിക്കുന്ന ഒരു മനുഷ്യനാണെന്നാണല്ലോ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ശരി, ഒരു പടച്ചോൻ ഉണ്ടെന്നതിന് വല്ല തെളിവുമുണ്ടോ? പടച്ചോൻ ഇറക്കിയ കിതാബാണെന്നുള്ളതിന് വല്ല തെളിവുമുണ്ടോ? ദൈവനിന്ദയ്ക്കോ പ്രവാചക നിന്ദയ്ക്കോ എന്തെങ്കിലും ഒരു ഡെഫിനിഷൻ ഇവർ കൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രവാചകന്മാരെ അള്ളാഹു ചില ചുമതലകൾ ഏൽപ്പിച്ചിട്ട് വിടുന്നുണ്ട് എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ആ പ്രവാചകരെ സംരക്ഷിക്കാൻ പോലും അള്ളാഹുവിന് സാധിച്ചിട്ടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. വയഖ്തുലുൻ നബിയ്യന ബിഗൈരിൽ ഹഖ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പല പ്രവാചകന്മാരെയും പല സമുദായവും കൊന്നുകളഞ്ഞു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ: ഇസ്ലാമിക തീവ്രവാദം ലോകത്തെ മുഴുവനും കരിച്ചു കളയുന്ന ക്യാൻസർ ആയതുകൊണ്ട് അതിനെ ശക്തമായ രൂപത്തിൽ പ്രതിരോധിക്കും. ഓക്കെ, ഇനി ഷേഖി. നമുക്ക് ജയിക്കും സമയം അതിക്രമിക്കുന്നുണ്ട്, പെട്ടെന്ന് പോണം. ഓക്കെ, ഷേഖി ചെറിയ വാക്കുകളിൽ ചോദ്യങ്ങൾ ചോദിക്കുക, പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതാണ്. ഓക്കെ, ജാമിയ ടീച്ചർ, എൻ്റെ ചോദ്യം ഇതാണ്. അതായത് നമ്മൾ മുസ്ലിംസിനെ എതിർക്കണം, അത് ശരിയാണ്, അത് നമ്മുടെ ക്യാൻസർ ആണ്. പക്ഷേ ആ ക്യാൻസറിന് അടിയിലുള്ള പിന്നെ ആ കാഴ്ചപ്പാട്, അത് സെമറ്റിക് മതത്തിന്റെ അടിയിലുള്ള തോറ എന്ന് പറഞ്ഞ ബുക്കിലുള്ള കാഴ്ചപ്പാട്, ബൈബിളിലുള്ള കാഴ്ചപ്പാട്, അതിനെ കൂടി എതിർക്കാതെ നമുക്ക് പൂർണ്ണമായിട്ടും ഉള്ള ശാന്തി ഈ ലോകത്ത് കിട്ടത്തില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. ജാമിയ ടീച്ചറുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു. തോറയിലെ ആശയം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ എവിടെയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, എത്രയൊക്കെ സംഘടനകൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നൊന്ന് പറയാമോ? ഇപ്പോ നമ്മള് തോറയിലെ ഇതാണല്ലോ ബൈബിളിലേക്ക്, ബൈബിളും തോറയും, തോറ ആണ് പഴയ നിയമം, പുതിയ നിയമം യേശുവാണ്. അപ്പൊ ഈ യഹൂദര് വൻ ബുദ്ധി പിന്നെ അത് പ്രയോഗിച്ചിട്ടാണ് ബൈബിളിൽ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടാക്കിയത് തന്നെ. അപ്പോൾ ഈ ക്രിസ്ത്യൻസിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ മണിപ്പൂരിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ വെസ്റ്റേൺ ഇന്ത്യയിൽ കാണുന്നുണ്ട്. അപ്പോ എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എല്ലാത്തിനെയും എതിർക്കുക, മുസ്ലിം എന്താണെങ്കിലും എതിർക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ കാഴ്ചപ്പാട് ഫുൾ നമ്മൾ എതിർത്ത് കഴിഞ്ഞാലേ നമുക്ക് ലോകത്തിന് ശാന്തി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അല്ല, മുസ്ലിങ്ങളെ എന്തായാലും എതിർക്കണം എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എല്ലാ മുസ്ലിങ്ങളെയും അങ്ങ് എതിർത്തുകൊണ്ടിരിക്കുവാണ് എന്നാണ് നിങ്ങളുടെ ആ ഒരു പ്രതിഷേധ ധ്വനി വരുന്നത്. അല്ല, ഇസ്ലാമിക തീവ്രവാദത്തെയാണ് എതിർക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, തോറയും കയ്യിൽ പിടിച്ച് ഒരു കയ്യിൽ ആയുധവുമായി ഈ യഹോവ യഹോവ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും സംഘടനകൾ ഉണ്ടാക്കി ഏതെങ്കിലും നാടിനെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അത് തീവ്രവാദമാണ്, അതിനെ എതിർക്കേണ്ടതുണ്ട്. അങ്ങനെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ സംഘടനകളെ എത്ര വേണമെങ്കിലും ഞാൻ പറഞ്ഞു തരാം. അതുപോലെ നിങ്ങൾ എണ്ണി ഒന്ന് പറയൂ. പിന്നെ നമ്മുടെ വെസ്റ്റേൺ ഇന്ത്യയിൽ ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ക്രിസ്ത്യൻസ്
അതിനകത്ത് രണ്ട് ജാതികൾ തമ്മിൽ ഭയങ്കര വഴക്ക്, രണ്ടുപേരും ചോദ്യം ക്രിസ്ത്യൻസാണ്. മനസ്സിലായില്ല തോന്നുന്നുണ്ട്. കുറച്ച് തീവ്രവാദ സംഘടനകൾ പറയാം. ഇപ്പൊ ടീച്ചർ പറഞ്ഞെന്നാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ ഒരു 100 ലിസ്റ്റ് ഇപ്പൊ തരാൻ പറ്റും. അതേപോലെ ഏതെങ്കിലും തീവ്രവാദ സംഘടനകൾ ഈ ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതങ്ങനെ ഉണ്ടെങ്കിൽ പറയും. ഞാൻ പറയട്ടെ, പിന്നെ സഭകളില്ലേ, ഓരോ സഭകളും പെന്തിക്കോസ്ത് വേറൊരു ടൈപ്പ് തീവ്രവാദികളാണ്. അല്ല ഈ പിന്നെ അല്ല ഈ ഓരോ മണിപ്പൂരിലെ പ്രശ്നമേ തോറയ്ക്ക് വേണ്ടിയിട്ടായിരുന്നോ? തോറയ്ക്ക് വേണ്ടിയിട്ടായിരുന്നില്ല, അത് തോറ ഉൾപ്പെടുന്ന ബൈബിളിൽ വെച്ചിട്ടായിരുന്നു. അത് പക്ഷെ രണ്ട് കാശ്മീരിലെ ജാതികളാണ്. പഹൽഗാം ഭീകരാക്രമണം കലിമയ്ക്ക് വേണ്ടിയായിരുന്നു. 1921 ഇവിടെ അരങ്ങേറിയ മലബാർ കലാപം ഖുർആന് വേണ്ടിയായിരുന്നു. തുർക്കിയിലെ അബ്ദുൽ മജീദ് എന്ന് പറയുന്ന അധികാരിയെ സ്ഥാനഭ്രഷ്ടനാക്കിയതിന്റെ പേരിലായിരുന്നു ഇവിടെ മലബാർ കലാപം ഉണ്ടായത്. മാറാട് കലാപവും മതത്തിന്റെ പേരിലായിരുന്നു. അതുപോലെ ഏതെങ്കിലും തോറയ്ക്ക് വേണ്ടിയിട്ട് എണ്ണിയൊന്ന് പറയാമോ? ഇതിൽ നമുക്ക് സമയപരിമിതി ഉണ്ട്, നമുക്ക് 1 to 1 അങ്ങനെ പോകാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. പതുക്കെയാണ് അവര് മൂവ് ചെയ്യുന്നത്. മുസ്ലിംസ് ആണെങ്കിൽ പെട്ടെന്ന് മൂടിച്ചാടി ആ രീതിയാണ്. അതേസമയം ക്രിസ്ത്യൻസ് അങ്ങനെയല്ല. ക്രിസ്ത്യൻസ് വളരെ പതുക്കെ നുഴഞ്ഞു കയറുകയാണ്. അതിന്റെ ആ രീതി മനസ്സിലാക്കണം നമ്മള്. ശരി, അത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പറ്റിയൊക്കെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്തത് ഷൈജു. കേൾക്കാം, ക്ലിയർ ആണ്. ഈ ക്ലബ് ഹൗസില് ഈ ഇസ്ലാമിന് വേണ്ടി വാദിക്കുന്ന ആളുകള് പലപ്പോഴും നമ്മളെ പോലുള്ള ആളുകളുടെ അടുത്തുള്ള ക്ലബ്ബുകൾ നമ്മുടെ അടുത്തൊക്കെ വന്നിട്ട് പറഞ്ഞു, ഈ യഹോവ തന്നെയാണ് അള്ളാഹു, നിങ്ങളുടെ യഹോവയാണ് ഞങ്ങൾ അള്ളാഹു എന്ന് പറഞ്ഞു. അപ്പം എനിക്കാണെങ്കിൽ അത് പെട്ടെന്ന് കത്തിയില്ല. കാരണം യഹോവയെ എനിക്ക് നല്ല പരിചയമുണ്ട്, പക്ഷെ അള്ളാഹുവിനെ കുറിച്ചിട്ട് വലിയ പിടിപാടില്ല. പക്ഷെ അതിനുശേഷം ഇപ്പൊ ജാമിദ ടീച്ചർ അതുപോലെ ക്ലബ് ഹൗസിലെ ഇപ്പൊ ജബാർ മട്ടടക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ട് എനിക്ക് അള്ളാഹുവിനെ ഇപ്പൊ കുറേശ്ശെ പരിചയം തുടങ്ങി. അപ്പൊ ഇത് രണ്ടിനെയും ഒരു വണ്ടിക്ക് പൂട്ടാം എന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു നോട്ടത്തില് ഈ യഹോവയുടെ പള്ളിയും പൊളിച്ചു കളഞ്ഞു, അവിടുത്തെ കാളവെട്ടും കോഴിവെട്ടും ചോരക്കളിയൊക്കെ അവസാനിപ്പിച്ച് പെട്ടിക്കടയും പൂട്ടി ഈ യഹൂദന്മാരെ ലോകം മുഴുവൻ ചിതറിക്കുകയും ചെയ്തു. ഇപ്പൊ പള്ളി വലിയ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഒന്നാണെങ്കിൽ ഇപ്പോ ഇവിടെ ഈ ഹജ്ജ് എന്നും പറഞ്ഞിട്ട് അവിടെ ഒരു കറുത്ത ചതുരത്തിലുള്ള ഒരു സംഭവം അവിടെ ഉണ്ട്. അപ്പോ എന്നെങ്കിലും ഈ യഹോവയുടെ പെട്ടിക്കട പൂട്ടിയതുപോലെ ഈ അള്ളാഹുവിന്റെ പെട്ടിക്കട പൂട്ടുമോ? ജാമിദ ടീച്ചറുടെ അഭിപ്രായത്തില് ഈ കല്ല് പൊളിച്ചു കളഞ്ഞ് ഈ കബ പൊളിച്ചു കളഞ്ഞിട്ട് ഈ ഇസ്ലാമിക അവിടുത്തെ ആൾക്കാരൊക്കെ ഇതുപോലെ ചിതറിക്കപ്പെടുന്ന ഒരു ദിവസം നമുക്ക് ഇവിടെ ഉണ്ടാകുമോ? ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ടീച്ചർ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോ പ്രവാചകൻ ജനിച്ച മണ്ണ് ഇപ്പൊ കാണാൻ പോലും ഇല്ല. ഖദീജയുടെ വീട് ഇന്ന് കക്കൂസാണ് സൗദി അറേബ്യയില്. അതുപോലെ ആയിഷയുടെ വീട് പബ്ലിക് ലൈബ്രറിയാണ്. അതൊക്കെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുവാണല്ലോ. ഇപ്പോൾ ഇന്ന് ഇസ്ലാമിനെ ആശ്ലേഷിക്കുന്ന, ഇസ്ലാമിക നിയമം അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം എന്ന് പറയുന്ന ഏത് ഇസ്ലാമിക രാജ്യമാണുള്ളത്? ഇപ്പോൾ പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്കനുസരിച്ചിട്ട് തന്നെ ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളും ഇസ്ലാം ഉപേക്ഷിക്കുന്ന ആളുകളും ഇസ്ലാമിക രാജ്യങ്ങളിൽ വർദ്ധിച്ചു വരുന്നു എന്നാണ് കണക്ക്. സ്ത്രീകളുടെ ഡ്രൈവിംഗ് ലൈസൻസും ഫാഷൻ ഷോ തുറന്നതും സിനിമാ തിയേറ്ററും ഇതൊക്കെ ഈ ഇസ്ലാം മതം, അതായത് മണൽത്തരി പോലെയാണ്. നമ്മൾ എങ്ങനെയാണോ കയ്യിൽ മണൽ ഇങ്ങനെ അമർത്തി പിടിക്കാൻ ശ്രമിക്കുന്നത്, അത് ഊർന്നു പോകുന്നത് പോലെ ഇസ്ലാം നമ്മളിൽ നിന്നും ഊർന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇസ്ലാമിക രാജ്യങ്ങൾ തെളിയിക്കുന്നത്. നമുക്കിനി വരുന്ന സമീപകാലത്ത് അഫ്ഗാനിലെ വലിയ ഒരു വിഭാഗം ജനത മതം ഉപേക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം ഈ മതം കാരണമാണ് എൻ്റെ കുടുംബത്തിലെ എൻ്റെ സഹോദരി, എൻ്റെ അമ്മ, എൻ്റെ മകൾ ഇവര് മരിക്കാൻ കാരണമായത് ഈ മതം കാരണമാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഈ മതം വലിച്ചെറിയുന്നത് കാണാം. ഇറാനില് 2022 മഹ്സാമിനി എന്ന് പറയുന്ന ഒരു പെണ്ണ്, കുർദിഷ് വംശജക്കാരിയാണ്. അവര് ശരിയാവണ്ണം മക്കന ധരിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇവര് ക്രൂരമായി കൊന്നുകളഞ്ഞത്. അതിന്റെ പേരിൽ വലിയ ഒരു വിഭാഗം ജനത പിന്നീട് രംഗത്ത് വരുന്നത് ന്യൂഡായിട്ടാണ്. കോളേജുകളിലെ കുട്ടികൾ, സ്കൂളിലെ കുട്ടികൾ ന്യൂഡായിട്ട് ആയത്തുള്ള അലി ഖൊമേനിയുടെ വലിയ രൂപങ്ങൾ ഉണ്ടാക്കി പബ്ലിക്കിൽ ഇറങ്ങി അവർ പ്രതിഷേധം നടത്തുവാണ്. അവർ തലമുടി മുറിക്കുന്നു, എന്നിട്ട് പർദ്ദയും മക്കനയും ഖുർആനും ഹദീസുകളും ഒക്കെ വലിച്ചിട്ട് കത്തിക്കുന്നു. അങ്ങനെ അവർ 1 വർഷം
ഓരോ തെരുവോരങ്ങളിലും ഖുർആനുകൾ വലിച്ചിട്ട് കത്തിച്ചു. ഇപ്പോ സൗദി അറേബ്യയില് ഏറ്റവും കൂടുതൽ ഖുർആൻ കണ്ടെത്തിയത് ഓടയില. ഓടകളിൽ ഖുർആൻ ദിനേന കെട്ടുകണക്കിന് ഖുർആനുകൾ ഓടയിൽ കണ്ടെത്തുക. എന്തുകൊണ്ടാണ്? എവിടെ നിന്നാണ് ഇതിന്റെ ബേസ് എന്ന് പോലും അന്വേഷിക്കാൻ മുഹമ്മദ് ബിൻ സൽമാന് നേരമില്ല. അത് കണ്ടെയ്നറുകളിൽ വലിച്ച് എവിടാണെന്ന് വെച്ചാൽ കൊണ്ടിട്ട് കത്തിച്ചേക്കുന്ന പറഞ്ഞു. ഇപ്പൊ കേരളത്തില് ആക്രിക്കടകളിൽ മൊത്തം ഖുർആനിന്റെ കെട്ടുകളാണെന്ന് അവര് തന്നെ മലപ്പുറത്ത് നിന്ന് തന്നെ എത്രയോ വീഡിയോസ് വരുന്നുണ്ട്. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ കണ്ടോ, ഒരിക്കൽ പോലും തുറന്നിട്ടില്ലാത്ത ഖുർആനിന്റെ കോപ്പികളാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഇത് തുറക്കാനും വായിക്കാനും ഒന്നും അവർക്ക് നേരമില്ല. കാരണം ഈ ഗ്രന്ഥമാണ് അവരുടെ മനസമാധാനം കളയുന്നതെന്നും സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്നതെന്നും നമ്മളെ ശത്രുക്കളാക്കുന്നതെന്നും ഏതാണ്ട് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വരുന്ന 10 വർഷത്തിനുള്ളിൽ നല്ല രൂപത്തിലുള്ള മാറ്റം നമ്മുടെ നാട്ടിൽ പ്രകടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഷൈജു അടുത്ത ആളിലേക്ക് പോകുന്നു കേട്ടോ. ഫ്രീ സംസാരിച്ചോളൂ. ഓക്കെ മാഡം, താങ്ക് യു. അപ്പൊ ഞാൻ എന്റെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ ജനാധിപത്യപരമായിട്ട് ജയിച്ചു വന്ന ഒരു യു എസിൽ പോയിട്ട് അവിടെ 3 സ്റ്റേറ്റുകളെ ചേർത്തുകൊണ്ട് ഒരു മതരാജ്യം സൃഷ്ടിക്കുമെന്ന് പറയുന്നുണ്ട്, ഒരു ക്രിസ്ത്യൻ രാജ്യം. അങ്ങനെയുള്ള ഈ മതരാജ്യങ്ങൾ വേണമെന്ന് പറയുന്നവർ നമ്മൾക്ക് തീവ്രവാദികൾ. ഒരു ജനാധിപത്യ രാജ്യത്ത് നിന്നിട്ട് ഇത് ഞങ്ങൾക്ക് പോരാ, ഇത് ഞങ്ങൾക്ക് മതരാജ്യം വേണം എന്ന് പറയുന്നത് കൊണ്ടല്ലേ നമ്മൾ ഇവരെ ശക്തമായ രൂപത്തിൽ എതിർക്കാൻ കാരണം? നിങ്ങളുടെ അടുത്ത് താമസിക്കുന്നത് കാഫിറായതുകൊണ്ട്, ബഹുദൈവ വിശ്വാസിയായതുകൊണ്ട് അവനോട് നീ യുദ്ധം ചെയ്യണം എന്ന് പറയുന്നത് കൊണ്ടല്ലേ ഇത് തീവ്രവാദ പുസ്തകമായി മാറുന്നതും ഇത് തീവ്രവാദ ആശയമായും തീവ്രവാദ മതമായും മാറുന്നത്? ഇപ്പൊ ഈ കേരളത്തിൽ തന്നെ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം വേണം, നിർമ്മല കോളേജിൽ കുട്ടികൾ പറഞ്ഞതാ, അതാണ് തീവ്രവാദം. എന്റെ വിശ്വാസം, എന്റെ ആചാരം എനിക്ക് എവിടെയും പ്രാവർത്തികമാക്കണം. അതൊരു ക്രിസ്ത്യൻ സ്ഥാപനമാണ്, അവിടെ നമ്മൾ വരുന്നത് പഠിക്കാനാണ്. എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലും അപ്പിക്കുപ്പായം വേണം. 5 പെൺകുട്ടികൾ സുപ്രീം കോടതിയെ സമീപിക്കുവാണ്. ഇതിന്റെ പേരാണ് തീവ്രവാദം. ഇപ്പോ ഹിജാബ് ധരിച്ചിട്ട് മുസ്കാൻ ഖാൻ എന്നൊരു പെൺകുട്ടിയാണ് PU കോളേജിൽ ബാംഗ്ലൂരിൽ ഇറങ്ങി തിരിച്ചത്. ഇവിടെ എനിക്ക് ഈ സ്ഥാപനത്തില് കോടതിയുടെ വിധി പോലും ഉണ്ടായിട്ടും പറ്റില്ല. എനിക്ക് ഈ മതവേഷം ധരിച്ചേ പറ്റൂ. പരീക്ഷയ്ക്ക് വരണമെങ്കിൽ എനിക്ക് മതവേഷം വേണം. അപ്പൊ കോടതി എന്താ പറഞ്ഞത്? നിങ്ങൾ വീട്ടിലിരുന്നോ, മതവേഷം ധരിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റില്ല, ഹിജാബ് ധരിക്കാൻ പറ്റില്ല, നിങ്ങൾ പർദ്ദയും മക്കനെയും വേണമെങ്കിൽ ധരിച്ചോ. ഇതാണ് ലക്ഷണമൊത്ത തീവ്രവാദം. ഇതിനെയാണ് നമ്മൾ എതിർക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത്. അപ്പൊ ഏതാണ്ട് എന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഈ ചോദ്യം ചോദിക്കാനായിട്ട് കാര്യമായിട്ട് ആരും ഇല്ല. അജൻ എന്താ മോഡ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിലേ മോഡ്സിൽ ഒരാൾക്ക് വല്ലതും സമയമായിട്ട് വെയിറ്റ് ചെയ്യാം. മോഡ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട്. അന്ന് എനിക്ക് വെച്ചോ, പെട്ടെന്ന് ചോദിക്കണേ, സമയം കുറഞ്ഞു. ഓക്കെ. എന്റെ ചോദ്യം നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഞാൻ ഇൻസ്റ്റാലിൽ പോയിട്ട് പിന്നെ MK-ലേക്ക് വരാം. ഇൻസ്റ്റാലിൽ സംസാരിക്കും. എനിക്ക് ജാമിദ ടീച്ചറോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇതിന് ഉത്തരം വേറെ പല ഈ പറഞ്ഞ 1-2 വേറെയും ഈ പറഞ്ഞ എക്സ് നമ്മളെ ക്ലബ് ഹൗസിൽ എക്സ് മുസ്ലിങ്ങളല്ല, ഇപ്പൊ വേറെ പല എക്സാമ്പിൾ പറഞ്ഞ ആരിഫ് അങ്ങനത്തെ ആളുകളിൽ എനിക്ക് ഇതൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഈ ജാമിദ ടീച്ചർ ഒരു ഉത്തരം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഇസ്ലാമിൽ വെച്ച് നോക്കുമ്പോൾ ഇസ്ലാമിൽ ഈ പറഞ്ഞ പോലെ ഈ തക്കിയുണ്ട്, കള്ളം പറയാം, അത്യാവശ്യം കേട്ട് കള്ളം പറയാന്ന് പറഞ്ഞാൽ ഞാൻ ടെക്ച്വലി ഞാൻ എളുപ്പത്തിൽ ഇങ്ങനെ കള്ളം പറയാമെന്ന് പറയുന്നുള്ളൂ. അതിന്റെ രീതികൾ എനിക്കറിയാം, പക്ഷെ ഞാൻ പറയാം. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ എക്സുകളെ ഇപ്പൊ ക്ലബ് ഹൗസിലാണെങ്കിൽ പോലും ഈ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ ആളുകൾ ഒരു സുഡാപ്പി ഇതിനെക്കാട്ടും വലിയ ന്യായീകരണങ്ങളായിട്ട് ഈ പരസ്യ വിഷയങ്ങളിലൊക്കെ മാറുന്നുണ്ട്. ഈ അങ്ങനത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു എക്സിനെ ഇപ്പൊ ക്ലബ് ഹൗസിന്റെ അവസ്ഥ വെച്ചിട്ടും പുറത്തൊക്കെ പല എക്സുകൾക്കും സത്വബോധമുണ്ട്. പല എക്സ് മുസ്ലിങ്ങൾ ഇസ്ലാം മതം വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിരീശ്വരാന്നൊക്കെ പറയുന്ന ആളുകൾ പോലും സുഡാപ്പികളെക്കാട്ടും വലിയ ന്യായീകരണം പല വിഷയങ്ങളും നടത്താണ്. അപ്പം ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു ഇസ്ലാം എന്നൊരു മതത്തിൽ വിശ്വസിക്കുന്നതിനപ്പുറം എക്സുകളെ കൂടി വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയല്ല. അപ്പൊ ഇതിനെ പറ്റി എന്താണ്? അപ്പൊ നമ്മൾ എങ്ങനെ ഒരു മതം വിട്ടൊരു ഇസ്ലാമിക വ്യക്തിയെ പോലും വിശ്വസിക്കും എന്നൊരു ചോദ്യം അവിടെ വരും. കാരണം നാളെ ഭാവിയിൽ ഇവൻ സത്വബോധം പോകത്തനാണെങ്കിലോ വിശ്വസിക്കാന്ന് വെച്ചാൽ നമ്മളിപ്പോ അവന് വലിയ വീട്ടിൽ കയറ്റി ഇരുത്താൻ പോകുന്നതല്ല അതിന്റെ അർത്ഥം. നമ്മളൊരു ആശയപരമായിട്ട് ഇങ്ങനെ വിശ്വസിക്കുന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിനൊരു ജാമിദ ടീച്ചർ ഉത്തരം കിട്ടിയ തിരക്കേടില്ലുണ്ട്. കാരണം നമ്മൾ അങ്ങനെ കാണുന്നത് വിട്ടൂര് പോലും
ഇതിനും വലിയ തത്വബോധം നടക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ഒരാൾ വിശ്വസിക്കും എന്നുള്ളൊരു ചോദ്യം. നമ്മൾ വ്യക്തികളെ വിശ്വസിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മൾ വസ്തുതകളെ അനുധാവനം ചെയ്യുന്നതാണല്ലോ ഒരു യുക്തിബോധം. ഞാൻ പറയുന്നത് എന്തെങ്കിലും വസ്തുതകളാണെങ്കിൽ നിങ്ങൾ ആ വസ്തുതകളെ അംഗീകരിക്കുക. ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ വിട്ടേക്കണം. ഇപ്പൊ ആരിഫ് ഒരു കാര്യം പറയുന്നു, അതല്ലെങ്കിൽ അയ്യൂബ് മുമ്പ് പറഞ്ഞു വെച്ച കുറേ വസ്തുതകളുണ്ട്. അതിനകത്ത് നമുക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്ന, നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിനെയാണല്ലോ നമ്മൾ മുറുകെ പിടിക്കുക. ആ വ്യക്തി എന്ത് ചെയ്യുന്നു, വ്യക്തിയെ അനുധാവനം ചെയ്യുന്നത് അറബിയിൽ തക്ലീദ് എന്ന് പറയുക, അന്ധമായ അനുകരണം. നമുക്കങ്ങനെ ഒരു വ്യക്തിയെയും, ഒരു രാഷ്ട്രീയ നേതാവിനെ ആകട്ടെ, ഒരു മത നേതാവിനെ ആകട്ടെ, ഒരു യുക്തിവാദി നേതാവിനെ ആകട്ടെ, ഒരിക്കലും ആ വ്യക്തിയെ നമുക്ക് അനുകരിക്കാനോ ആ വ്യക്തിയെ വിശ്വസിക്കാനോ പറ്റില്ല. മറിച്ച് അവര് പറയുന്ന വസ്തുതകൾ നമുക്ക് യോജിക്കാൻ സാധിക്കുമെങ്കിൽ യോജിക്കും. താങ്ക് യു ഷെരീഫ്. നമുക്ക് താങ്ക് യു ഷെരീഫ്. നമുക്ക് സുനിൽ സാറിലേക്കും കൂടെ പോയിട്ട് മോഡ്സ് നമുക്ക് സമയം പറഞ്ഞോളൂ. ഓക്കെ. എന്റെ ചോദ്യം ഖുർആൻ 8:39 മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുകയും അതുവരെ നിങ്ങളെ യുദ്ധം ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ 2:190 നിങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണം, പരിധി വിട്ട് പ്രവർത്തിക്കരുത്, പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോ യുദ്ധത്തിന് എന്താണ് നിയമങ്ങൾ അല്ലെങ്കിൽ പരിധികൾ അള്ളാഹു വെച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു പരിധി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ തന്നെ പറയണമായിരുന്നല്ലോ. യുദ്ധത്തിന് പ്രത്യേകിച്ച് പ്രവാചകൻ പരിധികളൊന്നും നിർണയിച്ചിട്ടില്ല. സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ പ്രവാചകൻ യുദ്ധത്തിന്റെ പരിധിയാണ്, നിയമമാണ് എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പല യുദ്ധങ്ങളിലും സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി ആക്രമിച്ച ചരിത്രങ്ങളുണ്ട്. ഒരു സ്ത്രീ വിശ്വാസിയല്ല എന്നതിന്റെ പേരിൽ 2 കുതിരകളെ 2 ഭാഗത്തായിട്ട് നിർത്തിയിട്ട് ഒരു സ്ത്രീയുടെ ആ സ്ത്രീയുടെ ഒരു കൈയും ഒരു കാലും കുതിരയുടെ ഒരു കാലിലും, മറ്റേ കൈയും മറ്റേ കാലും വേറെ ഒരു കാലിലും കെട്ടി, മറ്റേ കുതിരയുടെ കാലിലും കെട്ടി. എന്നിട്ട് 2 കുതിരകളെയും എതിർഭാഗത്തേക്ക് ഓടിച്ചിട്ട് സ്ത്രീയെ 2ആയി പിളർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോ പരിധികൾ എന്താണ് എന്ന് പറയേണ്ടത് പടച്ചവനായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ ഒരു പരിധിയും യുദ്ധത്തിന് നിർണയിച്ചിട്ടില്ല. എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആയി തീരുന്നത് വരെ യുദ്ധം ചെയ്യുക. ഇത് തന്നെയാണ് ഇന്ന് ഐസിസും ലഷ്കർ ഇ തൊയ്ബയും അൽ ഖ്വയ്ദയും ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ആക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ആളുകളെ. ആ യുദ്ധത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. ആ യുദ്ധത്തെ എതിർക്കാൻ കാരണം ഈ ഗ്രന്ഥവും കയ്യിൽ പിടിച്ചിട്ടാണ് ഇവർ ഇറങ്ങുന്നത് എന്നതുകൊണ്ടാണ്. ഇപ്പൊ ഹമാസിന് ജൂതന്മാരോടുള്ള വിരോധം എന്താ? ഈ ഗ്രന്ഥം കാരണമാണ്. പ്രവാചകൻ അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് അവസാനത്തെ ജൂതനെയും നാട് കടത്തിയിട്ടല്ലാതെ നിങ്ങൾ വിശ്രമിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മതഗ്രന്ഥം കാരണം മുസ്ലിങ്ങൾക്ക് ഒരിക്കലും മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ ഉള്ള ഒരു അവസരം നഷ്ടപ്പെടുകയാണ് ഈ പ്രവാചകൻ കാരണം ചെയ്തത്. അപ്പോൾ യുദ്ധത്തിന്റെ പരിധികളൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. ഖുർആനാണ് യുദ്ധത്തിന്റെ പരിധികൾ നിശ്ചയിക്കേണ്ടത്. ഒരു വചനത്തിൽ അങ്ങനെ പറഞ്ഞു പോയി എന്നതുകൊണ്ട് അതിന്റെ വ്യാഖ്യാനം മറ്റുള്ളവർ നൽകേണ്ടതല്ലേ ചെയ്യേണ്ടത്? പടച്ചോൻ പറയണമായിരുന്നു, പടച്ചോൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്കിനി ചോദ്യങ്ങൾ ചോദിക്കാൻ സമയമില്ല. എനിക്ക് ഒരു മിനിറ്റ് എനിക്കൊന്ന് വിടാം. ഞാൻ ഷാവുല്ല. എന്തായാലും ഇവിടെ ഒരു എക്സ്ട്രീം സംഘടന ഉണ്ടാകുകയും അത് ഈ പറഞ്ഞ പോലെ എന്താണ് നിരീശ്വരവാദം അല്ലെങ്കിൽ മതമുപേക്ഷിച്ചത് എങ്ങനെയാണെന്നുള്ളത് അറിയാത്ത കുറെ ആളുകൾ അത് കൈകാര്യം ചെയ്ത് പോയി. അപ്പൊ അത് നമുക്ക് അങ്ങനെയല്ല, വൈകിട്ടാണല്ലോ കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവില്ല. പക്ഷെ അതിപ്പോ പലരും ഇസ്ലാമിലേക്ക് പോകണോ അതോ പുറമേ നിന്ന് സപ്പോർട്ട് ചെയ്താൽ മതിയോ എന്നുള്ള ചിന്തയിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ ഞാനാവട്ടെ ഈയമാവട്ടെ ഇനിയും ഒരുപാട് പേര് അങ്ങനെ ആവരുത് എന്ന്, ജാമിത ഉൾപ്പെടെ ആരിഫ് ഉൾപ്പെടെയുള്ള ആൾക്കാര് ഇങ്ങനെ ആവരുത് ഒരു മതം ഉപേക്ഷ എന്ന നിലപാടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. ഞാൻ ജാമിയെ കുറിച്ച് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പൊ ഒരു പുതിയൊരു കൂട്ടായ്മ, പുതിയതല്ല, ഒരു യഥാർത്ഥ ഒരു മതം ഉപേക്ഷിച്ച വിശിക്ഷ ഇസ്ലാം മതം എന്ന മതം ഉപേക്ഷിക്കുകയും മുസ്ലിമിന്റെ ആ കൂട്ടായ്മ ഉപേക്ഷിക്കുകയും ചെയ്ത ആളുകൾക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള ഒരു ആലോചന ഉണ്ട്. കാരണം നിലവിലെ പരിസ്ഥിതികളാണ് അങ്ങനെ ഒരു
പുനർചിന്തനത്തിലേക്ക് പ്രേരിപ്പിച്ചത് ഒത്തിരി പേര് അതിലേക്ക് സന്നദ്ധമായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഒരു കൂട്ടായ്മ വരികയാണെങ്കിൽ ജാമ്യതയ്ക്ക് അതുമായിട്ട് സഹകരിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാൻ പബ്ലിക്കായിട്ട് തന്നെ ചോദിക്കുന്നത്, അഭിപ്രായങ്ങൾ പബ്ലിക്കായിട്ട് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇതുണ്ടാകുന്നത് കേട്ടോ. അത് വെച്ച് ഞാൻ വിളിച്ചു വെച്ചാണ്. നമുക്കത് അതിന്റെ പ്രാരംഭ നടപടികളിലാണ്. ജാമ്യതയ്ക്ക് എന്താണ് അഭിപ്രായം? എന്താണ്? ഷാഹുൽക്ക, നിങ്ങളോട് വളരെ സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി കണ്ടുമുട്ടിയതിൽ. നമ്മൾ ഒരുപാട് നാളായിട്ട് പരിചയമുള്ളവരാണ്. നമ്മൾ ഒരുപാട് ചർച്ചകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. താങ്കളെ വീണ്ടും ഇതിനകത്ത് കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. EM-നെയും അറിയാം, അദ്ദേഹം ഒന്നും സംസാരിച്ചില്ലല്ലോ. അപ്പോ പുതിയൊരു സംഘടന ഉണ്ടാക്കുന്നത്, ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഈ കൂട്ടായ്മ ഉണ്ടാക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ ചിന്താഗതിയും മതത്തിന്റെ സ്വത്വബോധവും അതിനകത്ത് വരും. നമുക്ക് മനുഷ്യന്മാരെ ഒരിക്കലും ചൂഴ്ന്നു നോക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ ഒരു എക്സ് മുസ്ലിമിന്റെ കാഴ്ചപ്പാട് മതം വിട്ടവരെല്ലാം കമ്മികളായിരിക്കണം എന്നതാണ്. അപ്പോൾ ഇവർക്കാണെങ്കിലോ പകല് സുഡാപ്പികളാകണം, രാത്രി കമ്മികളാകണം. അപ്പോൾ എനിക്ക് അത്തരം കൂട്ടായ്മകളോട് ഉണ്ടാക്കുന്നതിനോട് യോജിപ്പ് ഉണ്ട്, വളരെ നല്ലതാണ്. കാരണം ഈ ജാഫറിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല. എനിക്കും ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, എന്തെന്ന് ചോദിക്കാൻ പോലും ഒരാളും ഉണ്ടായിട്ടില്ല. അതൊക്കെ ചില മതം വിട്ട ആളുകളുടെ ഈഗോ ആണ്. എൻ്റെ വീട്ടിൽ കയറി ആളുകൾ കൊല്ലാൻ ശ്രമിച്ചിട്ട് പോലും അത് വലിയ രൂപത്തിൽ വാർത്തകളായിട്ട് പോലും എന്ത് എന്ന് ചോദിക്കാത്ത ഈഗോ തലച്ചോറിൽ നിറഞ്ഞിരിക്കുന്ന ഒരുപാട് മതം വിട്ട ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ ഒരുമിച്ചൊരു കൂട്ടായ്മയിൽ വന്നാൽ ഒരിക്കലും നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു പോകാൻ പറ്റുമോ എന്ന് ഷാഹുൽക്ക ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് വേണം ഈ സംഘടനയുടെ തലപ്പത്തേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ. ഓക്കെ, ഞാൻ തീർച്ചയായിട്ടും ജാമ്യതയുടെ പ്രശ്നങ്ങളും ജാഫറിന്റെയും ദിലീപിന്റെയും അങ്ങനെ ഒരുപാട് പേരുടെ പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായിട്ടും അതിൽ ആരിഫിന്റെ അടക്കം ഉണ്ടായിട്ട് അങ്ങോട്ട് ചളിവാരി എറിയാൻ, ജാമ്യത ആയിക്കോട്ടെ, ആരിഫിനായിക്കോട്ടെ, ജാഫറിനായിക്കോട്ടെ, അങ്ങോട്ട് ചളിവാരി എറിയാനും മറ്റ് ഇതുപോലെ പ്രസിദ്ധരല്ലാത്ത ഇൻഫ്ലുവൻസർ അല്ലാതെയുള്ള ആളുകളുടെ പ്രശ്നങ്ങളിൽ കണ്ണടച്ചിരിക്കുക, അല്ലെങ്കിൽ ഇതിന് പ്രശ്നമേ ഉണ്ടായിട്ടില്ല എന്നത്, അല്ലെങ്കിൽ അതിലേക്ക് പാരപണിയും കൂടി ചെയ്തത് കൊണ്ടാണ് നമുക്കൊരു സംഘടനാ രൂപത്തിലല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, കൃത്യമായിട്ട്. ഇപ്പൊ ജാമ്യതയ്ക്ക് ഒരു പ്രശ്നം വരികയാണെങ്കിൽ ജാമ്യത പ്രശ്നങ്ങൾ ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുക ഈ ഇസ്ലാമിൽ ഇരുന്ന ആളുകൾക്ക് തന്നെയാണ്. മറ്റുള്ളവർക്ക് സഹായിക്കില്ല എന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം. പക്ഷെ നമുക്കറിയാം ഇത് എങ്ങനെയൊക്കെയാണ് പണി വരുന്നത്. കാരണം നമ്മളൊക്കെ ഈ പണികൾ പലരും ഒക്കെ അനുഭവിച്ച ആളുകളായതുകൊണ്ട് അപ്പൊ നമുക്കൊരു കൂട്ടം ചെയ്യും അന്യോന്യം വരുന്ന പ്രശ്നങ്ങളിലേക്ക്. നാളെ ജാമ്യതയ്ക്ക് ഒരു പ്രശ്നം വന്ന ഒരു 4 പേര് എന്താണ് അന്വേഷിക്കാനും അത് വേണ്ട വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റാവുന്നതാണെങ്കിൽ ചെയ്യാനുള്ള ഒരു കൂട്ടായ്മയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് മറ്റേ അവന്മാരുണ്ടാക്കിയതുപോലെ അതൊരു അബദ്ധം പറ്റിയതാണ്. നമ്മൾ ആ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിലേക്ക് കയറിയിരുന്നവർ, ഈ പറയുന്ന സ്വത്വബോധം പേറിയവരും ഇന്ന് ഇസ്ലാമിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങിയവരൊക്കെ നമ്മൾ അവരോധിച്ച് ചെയ്തു. തെറ്റുകൾ മനുഷ്യനാണ്, സംഭവിച്ചു പോയി. അപ്പൊ ആ തെറ്റുകൾ തിരുത്താതെ ഇതൊരു കൂട്ടായ്മയായിട്ട് തന്നെ, ഞാൻ അതുകൊണ്ടാണ് കൂട്ടായ്മ സംഘടന എന്ന പ്രയോഗം മനഃപൂർവ്വമാണ് ഞാൻ ഉപയോഗിക്കാതിരുന്നത്. കൂട്ടായ്മയായിട്ട് തന്നെ നേതാക്കളോ അന്നുമില്ല. പക്ഷെ എനിക്കൊരു പ്രശ്നം വരികയാണെങ്കിൽ തന്റെ ഇക്കാക്കെന്നുള്ള എനിക്ക് ഷാവുലിന് ഒരു പ്രശ്നം വരികയാണെങ്കിൽ ജാമ്യത നമ്മൾ അന്വേഷിക്കണം, എന്താണ് ഷാവുലിന് പറ്റിയത്, അത് ഷാവുലിന്റെ ഭാഗത്താണോ തെറ്റ്, അല്ല മറ്റേതാണോ, നമുക്ക് എന്ത് സഹായം അവിടെ ചെയ്യാൻ പറ്റും ആളായിട്ടോ അല്ലെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മയാകട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ തീർച്ചയായിട്ടും ഇക്ക, നിങ്ങളുടെ ഉദ്ദേശശുദ്ധി വളരെ നല്ലതാണ്. ഞാനതിനെ അംഗീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മതം വിട്ട ആരെങ്കിലും ഒരാളെ ഞാൻ എതിർക്കുകയോ വിമർശിക്കുകയോ വ്യക്തിപരമായി അധിക്ഷേപം നടത്തുകയോ ചെയ്തിട്ടില്ല. ഞാൻ ആകെ ഒരേ ഒരു കാര്യം, അയ്യൂബ് മതത്തിലേക്ക് പോയപ്പോൾ എനിക്ക് കുറച്ച് പൈസ തരാനുണ്ടായിരുന്നു, എന്നെ പറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവന്റെ ആ കാപട്യം പുറത്തു കൊണ്ടുവന്നു. ആരിഫിന് വിഷയം വന്ന സമയത്ത് ഞാൻ ആരിഫിനെ വിളിച്ചിട്ടുണ്ട്. ആരിഫ് എന്താണ് പ്രയാസമുള്ളത്, എന്തെങ്കിലും ജാമ്യം എടുക്കാൻ വരണോ, എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ജാഫർ ഒരു ദിവസം വല്ലാതെ കുടുങ്ങി നിന്ന സമയത്ത് ആ SP-യോട് ഞാൻ നേരിട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ അയാൾ എൻ്റെ ഫാനാണ് എന്ന് പറഞ്ഞു. അയാളോട് ഞാൻ പറഞ്ഞു അതൊരു പാവമാണ്, അയാൾ ഗ്രന്ഥത്തിലുള്ള വസ്തുതകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ് 1 മണിക്കൂറോളം സംസാരിച്ചിട്ട് നമ്മുടെ എസൻസിന്റെ റിജുവിന് അറിയുന്ന കാര്യമാണ്, രവിചന്ദ്രൻ സിക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ അതിനകത്ത് ഇടപെട്ടിട്ട് കൃത്യമായ രൂപത്തിൽ എന്നെ കൊണ്ട് പറ്റുന്നത് എന്തോ അത് ഞാൻ ചെയ്ത് അവന് ഒരു പ്രശ്നവും പിന്നീട് അവന് ഉണ്ടാകാത്ത രൂപത്തിൽ അവനെ സഹായിക്കാൻ ചെയ്ത്. അതുപോലെ ലിയാക്കത്തിന് പ്രശ്നം ഉണ്ടായ സമയത്ത് ഞാൻ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അവരോട് 100% ഞാൻ സഹകരിച്ചിട്ടുണ്ട്. നമ്മുടെ പുതിയങ്ങാടി
അബ്ദുൽ ഖാദർ പുതിയങ്ങാടിക്ക് പ്രശ്നമുണ്ടായിരുന്ന സമയത്തും അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന മുരളീധരനെ വിളിക്കുകയും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയോട് സംസാരിക്കുകയും എന്നെ കൊണ്ട് പറ്റുന്നത് എന്താണോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആരോടും ഈഗോ ഇല്ല, ഞാൻ മാത്രമേ ഈ മേഖലയിൽ പാടുള്ളൂ എന്നൊരു ചിന്തയില്ല. പക്ഷേ എന്നെ ഇവരെല്ലാവരും ഒറ്റപ്പെടുത്താനും അകറ്റാനും ശ്രമിക്കുന്നുണ്ട്. ഇവർ സംഘീന്ന് വിളിച്ചിട്ട് സംഘി ചാപ്പയടിക്കുന്നുണ്ട്. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. പക്ഷേ എന്റെ വീട് കയറി ആക്രമിച്ചിട്ട്, എന്റെ വീട്ടിൽ ഗുണ്ടായുസം നടത്തിയിട്ട്, എന്റെ സിസ്റ്ററുടെ വീട്ടിൽ പോയിട്ട് ഭീഷണിപ്പെടുത്തി എന്റെ 94 വയസ്സായ ഉമ്മ തളർന്നു വീണ് മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിലായിട്ട് ഞാനത് വീഡിയോ ഇട്ട് പറഞ്ഞിട്ട് പോലും ഈ സംഘടനാ നേതാക്കന്മാരോ മതം വിട്ട നേതാക്കന്മാരോ ഒരാള് പോലും എന്നെ വിളിക്കുകയോ എന്റെ അവസ്ഥ എന്താണ് എന്ന് അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് നല്ലവരായിട്ടുള്ള ഒരുപാട് വേറെ സുഹൃത്തുക്കൾ വന്നു. എനിക്കതിൽ പരാതിയോ പരിഭവമോ ഒന്നുമില്ല. എനിക്കതൊക്കെ നേരിടാനുള്ള ഗഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പക്ഷെ അതില്ലാത്ത ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം. എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാകും. താങ്ക് യു ജാമില. ഓക്കെ. ഓക്കെ, പ്രേംജി സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ജാൻ ടീച്ചറെ നമസ്കാരം. എൻ്റെ ഒരു സംശയമാണ്. പൊതുവെ ഇസ്ലാമിന്റെ പാത പിന്തുടരുന്നവരെയാണല്ലോ മുസ്ലിം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഖുർആൻ പ്രകാരം ആദ്യത്തെ മുസ്ലിം ആരാ? എന്റെ ചോദ്യം കേട്ടായിരുന്നു? അല്ല, ഓക്കെ, ഞാൻ കേട്ടു. ഇസ്ലാമിന്റെ പാത പിന്തുടരുന്ന ഒരു മുസ്ലിമിനെ പോലും നമുക്ക് കാണിക്കാനില്ല. ഒരു മുസ്ലിം പോലും. പലിശയിൽ ഇടപെടാത്ത ആൾക്കാരില്ല, അന്യ സ്ത്രീകളുടെ നഗ്നത കാണാത്ത ആളുകളില്ല, പരദൂഷണം പറയാത്തവരും കൊള്ളലാഭം എടുക്കാത്തവരും കച്ചവടത്തിൽ കള്ളം കാണിക്കാത്ത ആളുകളുമില്ല. കൃത്യമായ രൂപത്തിൽ കാപഢ്യമില്ലാതെ ഇസ്ലാമിനെ അനുധാവനം ചെയ്യുന്ന ആരുമില്ല. ഇസ്ലാം തന്നെ മൊത്തത്തിൽ കാപഢ്യമാണ്. പക്ഷേ ആ ഇസ്ലാമിനെ അങ്ങനെ തന്നെ പുൽകുന്ന ഒരാൾ പോലുമില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഖുർആൻ പ്രകാരം ആദ്യത്തെ മുസ്ലിം ആരായിരുന്നു എന്നുള്ളതിന്റെ ഒരു ചോദ്യം കൂടിയുണ്ട്. മുഹമ്മദ് നബി. പക്ഷെ ഞാൻ കേട്ടിരിക്കുന്നത്, ഒന്ന് ഞാൻ ഇടപെടുന്നുണ്ട്. അതായത് ഖുർആൻ സൂറത്ത് 6 14 163 പ്രവാചകൻ മുഹമ്മദ് നബി തന്നെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ സൂറ 7 വാക്യം 143 അത് മൂസയാണെന്ന് പറയേണ്ടത് എന്ന് പറയുന്നു. അദ്ദേഹത്തിന് സൂറ 26 വന്നിട്ട് വാക്യം 51 വന്നിട്ട് ചില ഈജിപ്തുകാരെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് സൂറ 3 വന്നിട്ട് 67 വന്നിട്ട് അത് അബ്രഹാം ആയിരുന്നു എന്നുള്ളത് കൂടിയിട്ട് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്താണ് സത്യം? കാരണം ഖുർആൻ വായിക്കാത്ത ഒരാളായ എനിക്ക് അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതില് ഇങ്ങനെ വന്നിട്ടുണ്ടോ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ അടിസ്ഥാനം എന്നുള്ളതാണ് എന്റെ ചോദ്യം. മൂസയിൽ സത്യമില്ല കേട്ടോ. മൂസ ജൂത പ്രവാചകനായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മുഹമ്മദ് നബി ആണെങ്കിൽ ഓക്കെയാണ്. പിന്നെ ഇബ്രാഹിം നബി ആണെങ്കിൽ അള്ളാഹുവിന് വേണ്ടി എന്തും ചെയ്യാൻ തൽപരനായിരുന്നു. ഹനീഫൻ മുസ്ലിമൻ, ഇബ്രാഹിമിന്റെ മില്ലത്തിനെ പിന്തുടരണം. ഇബ്രാഹിം അങ്ങനത്തെ ഒരു ഋജുമാനസനായിരുന്നു. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിന്റെ കഴുത്ത് വെട്ടാൻ പോലും തയ്യാറായിട്ടുള്ള ഒരു പ്രവാചകനായിട്ട് ഖുർആനും പരിചയപ്പെടുത്തുന്നുണ്ട്, ഇസ്ലാമിക ഗ്രന്ഥങ്ങളും പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഒരു നല്ല മുസ്ലിം ഇബ്രാഹിം ആയിരുന്നു എന്ന് ഖുർആൻ പറയുമ്പോഴും ശരിക്കും മുഹമ്മദ് ആയിരുന്നു ഒരു നല്ല ഇസ്ലാമിസ്റ്റ്. താങ്ക് യു പ്രമേഡം, താങ്ക് യു. ഷെരീഫ് ഖാൻ, നമുക്ക് സമയം ഒരുപാട് ഇപ്പം അരമണിക്കൂർ അതിക്രമിച്ചു അനുവദിച്ച സമയത്തെക്കാളും. നമുക്കിനി വോട്ടർ ടൈംസിലേക്ക് പോകാം. അപ്പൊ ടീച്ചർ തന്നെ ആദ്യം ഒരു കൺക്ലൂഷൻ പറഞ്ഞിട്ട് നമ്മുടെ വോട്ടർ ടൈംസ് പറയാം. നമ്മുടെ ഗ്രൂപ്പിനുണ്ട്. ടീച്ചർ കൺക്ലൂഡ് ചെയ്തിട്ടേ നമുക്ക് വോട്ടർ ടൈംസിലേക്ക്. ഓക്കെ. അപ്പോ ഇസ്ലാമിനെ മാത്രം എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്നതായിരുന്നു നമ്മുടെ ഇന്നത്തെ വിഷയം. ഏതാണ്ട് ചോദ്യങ്ങളോടൊക്കെ നീതി പുലർത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ കേൾക്കുന്നവരാണ് പറയേണ്ടത് എത്രമാത്രമാണ് അവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചത് എന്ന് നമുക്കതിനെ കുറിച്ചിട്ട് അറിയില്ല. എന്തായിരുന്നാലും മതം, ഇസ്ലാം എന്ന മതം ലോകത്തെ മുഴുവനും വിഴുങ്ങുന്ന അഗ്നിയായതുകൊണ്ടാണ് അതിനെ ശക്തമായി എതിർക്കുന്നത്. മതം കൊണ്ടുണ്ടായ ഒരു രാജ്യം മതം കാരണം തന്നെ ഇല്ലാതാകുന്ന മനോഹരമായ കാഴ്ചകൾക്ക് സാക്ഷിയാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത് ഒന്നെടുത്തു നോക്കിയാൽ മതി. നമുക്കറിയാം, ശരിക്കു പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലല്ല,
ഇസ്ലാമും മതേതരത്വവും തമ്മിലാണ്. ആ അസഹിഷ്ണുതകൾക്കാണ് ശരിക്കു പറഞ്ഞാൽ യുദ്ധം അനിവാര്യമായി വരുന്നത്. മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യവും മതത്തിൽ വിശ്വസിക്കുന്ന മറ്റൊരു രാജ്യവും. ഇത് തന്നെയാണ് ഇസ്രായേലും ഹമാസും തമ്മിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ലവരായിട്ടുള്ള മതേതര വിശ്വാസികളായിട്ടുള്ള മനുഷ്യർ ഇന്ത്യക്കകത്തുണ്ട്. ആ ഇന്ത്യക്കകത്ത് തന്നെ ഇന്ത്യയിലെ മതേതരത്വം നശിപ്പിക്കണമെന്നും തകർക്കണമെന്നും ഈ ലോകം ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുന്നതിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് നിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. എന്തായിരുന്നാലും 1921 മാപ്പിള ലഹളയില് 10,000-കണക്കിന് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ട കാരണം തുർക്കി എന്ന മതരാഷ്ട്രത്തെ അധികാരിയായിട്ടുള്ള അബ്ദുൽ മജീദിനെ ബ്രിട്ടീഷുകാർ സ്ഥാനഭ്രഷ്ടനാക്കി എന്നതിന്റെ പേരിലും താജിക്കിസ്ഥാൻ എന്ന മറ്റൊരു മതരാഷ്ട്രവും കാരണമാണ് എന്ന് ഇന്ന് നമുക്കറിയാം. ഇസ്ലാമിക അധിനിവേശകരിൽ നിന്ന് സമാനതകളില്ലാത്ത ദുരിതം അനുഭവിച്ചവരാണ് പുരാതന ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ. അങ്ങനെ അത് ലോകരാജ്യങ്ങൾ മുഴുവനും ഇസ്ലാം എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കുകയും ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിലാക്കുക എന്ന കാഴ്ചപ്പാടുള്ള മതതീവ്രവാദികൾ കാരണം ലോകം ബുദ്ധിമുട്ടുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇസ്ലാമിക തീവ്രവാദത്തെ ശക്തമായ രൂപത്തിൽ എതിർക്കാൻ കാരണം. കേൾക്കുന്നില്ലേ? എന്തെങ്കിലും ശബ്ദത്തിന് പ്രയാസമുണ്ടോ? ഇല്ല, അവസാന ഭാഗം മാത്രം കേട്ടില്ല. തുർക്കിയെ കുറിച്ച് പറയുന്നതിന്റെ കണ്ടിന്യൂഷൻ കിട്ടിയില്ല. അപ്പോ തുർക്കി എന്ന രാജ്യം കാരണമാണ് 1921 ഇവിടെ ഒരു പ്രശ്നം, കലാപം തന്നെ ഉണ്ടാകുന്നത്. ലോകം മുഴുവനും ഇസ്ലാമിന്റെ കൊടി പാറിയ മതി, മുസ്ലിങ്ങൾ മതി എന്നുള്ള ഗൂഢ ലക്ഷ്യത്തോടുകൂടി ചില ഭ്രാന്തന്മാർ ഒരുക്കിയ ഗൂഢ പദ്ധതികൾ ഇന്ന് ലോകത്തെ മുഴുവനും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. യൂറോപ്പ്, ആഫ്രിക്ക, ഇസ്രായേൽ, സിറിയ, അമേരിക്ക, ഫിലിപ്പൈൻസ്, ഇവിടെയൊക്കെ ഇവര് മതം വളർത്തിക്കഴിഞ്ഞു. സ്വന്തം കാൽ കീഴിലാക്കുക എന്ന വ്യാമോഹത്തോടുകൂടി അതിന്റെ ഇസ്ലാമിന്റെ സമാധാനം ഇവർ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇസ്ലാമിക രാജ്യങ്ങൾ പരസ്പരം അവർ കൊന്നും കീറിയും കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരിടത്തും സമാധാനമില്ല. മുസ്ലിങ്ങൾ ആകെ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഏക രാജ്യം ഒരുപക്ഷെ ഇന്ത്യയായിരിക്കും. ഇന്ന് നമ്മൾ കാണുന്നത് വാളെടുത്തവൻ വാളാലെ അവസാനിക്കുന്ന ചില മനോഹരമായ കാഴ്ചകളാണ്. ഇസ്രായേലും ഗാസയും തന്നെയാണ്. ലെബനോൻ ഒക്കെ എടുത്താൽ മതി, നമുക്ക് മനസ്സിലാകും. ഹിന്ദുക്കളെ തുണി അഴിച്ചു നോക്കി മതം നോക്കി കൊലപ്പെടുത്തി, ക്രിസ്ത്യാനികളെ ഷഹാദത്ത് ചൊല്ലാൻ ആവശ്യപ്പെട്ട് കൊലപ്പെടുത്തി. ഇങ്ങനെ ജൂതവിരോധവും അന്യമത വിരുദ്ധതകളും കാരണം അന്ധരായിട്ടുള്ള ഒരു മതവിഭാഗത്തിന് വെളിച്ചമുണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. മതപരമായിട്ടുള്ള അസഹിഷ്ണുതകൾ ഉണ്ടാക്കുന്ന വലിയ രൂപത്തിലുള്ള കലാപങ്ങളും കെടുതികളും യുദ്ധങ്ങളും ചോരക്കളങ്ങളും നമുക്ക് കണ്ണു തുറപ്പിക്കാനുള്ള സാമാന്യമായിട്ടുള്ള ബുദ്ധി ഇത്തരം സംവാദങ്ങളിലൂടെ ഉണ്ടാക്കേണ്ടതുണ്ട്. മതം തിന്ന് ജീവിക്കുന്ന ജീവികൾക്ക് പുറമെ മതം തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മനുഷ്യത്വം ഉണ്ടാകില്ല എന്നും മതത്തിനു മീതെ നിൽക്കേണ്ടത് മാനവികതയാണെന്നും മയക്കുമരുന്നിനേക്കാൾ വീര്യം കൂടിയത് ഈ മതതീവ്രവാദത്തിനാണെന്നും ഇതിന് ചികിത്സകളില്ലെന്നും സ്വയം ഒടുങ്ങുമെന്നും നമ്മൾ സ്വയം തിരിച്ചറിയണം. അങ്ങനെയുള്ള തിരിച്ചറിവുകൾക്ക് വേണ്ടി മാത്രമായിരിക്കണം ഇത്തരം സംവാദങ്ങൾ. അല്ലാതെ ഏതെങ്കിലും രൂപത്തിൽ നമ്മളൊരു പ്രീ പ്ലാനിങ്ങോടുകൂടി അതല്ലെങ്കിൽ ഒരു പ്രീക്യൂഷൻസോടുകൂടി ആയിരിക്കരുത് ഇതിനെ സമീപിക്കേണ്ടത്. നമ്മൾ പറയുന്ന വിഷയങ്ങൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഉണ്ടോ ഇല്ല, അതോ വെറുതെ പറയുന്നതാണോ? തീർച്ചയായിട്ടും സഹിഷ്ണുതയോടുകൂടി നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഇല്ലാത്തത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. മാപ്പ് പറയേണ്ടവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം. കാഫിറുകളുടെ കൂടെ ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ടാക്കി 100 കൊല്ലത്തിനകം ഭാരതത്തെ പെറ്റുപെരുകിയ ഒരു ഇസ്ലാമിക രാജ്യമാക്കും എന്ന ചിന്ത വെച്ച് പുലർത്തി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാതെ ഇവിടെ നിന്ന് മുസ്ലിങ്ങൾ ഒരു പുതിയ ഉഡായിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണിപ്പോൾ. ഇസ്ലാമിക ഖലീഫ കുപ്പായം തച്ചുവെച്ചിട്ട് ഒരു ഫൈസിയും ഇസ്ലാമിക ഗാനമുണ്ടാക്കി, ദേശീയ ഗാനമുണ്ടാക്കിയിട്ട് കുറേയധികം മുസ്ലിങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് കാത്തിരിക്കുവാണ്. ബലൂചിസ്ഥാനും സിന്ധും ഒക്കെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ കൂടെ ചേരണമെന്ന് പറയുന്നു. വ്യക്തമാണ് കാര്യം. പാകിസ്ഥാനിലുള്ള 20 കൊടിയും ബംഗ്ലാദേശിലുള്ള 15 കൊടിയും ഇന്ത്യയിലെ 25 കൊടിയും ചേർന്നാൽ 60 കൊടി മുസ്ലിങ്ങളാണോ 60 കോടി മുസ്ലിങ്ങളാണോ എന്ന് ഇവര് നമ്മളോട് പറഞ്ഞു തരേണ്ടതാണ്. ഇവർ കൊടിയുണ്ടാക്കി കോടികൾ ഉണ്ടാക്കി ഇവർ കാത്തിരിക്കുവാണ്. 100 കോടി ഹിന്ദുവിനെ കൊന്നു കൊലവിളിച്ചാലും ശരി, ഇവർക്ക് ഇന്ത്യ കീഴ്പ്പെടുത്തി ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണം. അത് ഞങ്ങളിൽ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ് എന്ന് പറഞ്ഞ് ആയുധവുമേറി ഏന്തി
ഇവര് നമുക്കിടയിൽ അലഞ്ഞു തിരിയുന്നത് കൊണ്ടാണ്. ഇവരെ ശക്തമായ രൂപത്തിൽ എതിർക്കാൻ കാരണം ഞാൻ മതം ഉപേക്ഷിച്ചു. ശരി, എന്നെ അതിന്റെ വഴിക്ക് വിട്ടിരുന്നെങ്കിൽ ഞാൻ പിന്നീട് ഈ മതത്തെ വിമർശിക്കാൻ പോലും രംഗത്ത് വരുമായിരുന്നില്ല. അനാവശ്യമായി എന്നെ ഇതിലേക്ക് വലിച്ചിഴച്ചതാ നമ്മുടെ മതത്തിന്റെ സമാധാന പ്രേമികൾ. അതുകൊണ്ടാണ് ഇതിനെ ശക്തമായിട്ട് വിമർശിക്കാൻ കാരണം. ഓക്കെ, കൺക്ലൂഡ് ചെയ്തു. ഷെരീഫ്ക്ക, നമുക്ക് ആർക്കെങ്കിലും 2-3 പേർക്ക് വോട്ടർ താങ്ക്സ് പറയാൻ ഒരു അവസരം കൊടുക്കും. ഓക്കെ, സുനിൽ പറഞ്ഞു. ടീച്ചറെ നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാതിരുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല ചോദ്യങ്ങളും ടീച്ചറിനോട് വർഷങ്ങളായിട്ട് നേരിട്ട് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ അവസരം മറ്റുള്ളവർക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച. എന്തായാലും ടീച്ചർ എന്നോടൊരു ഖുർആൻ വാക്ക് എടുക്കാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ആ സമയത്ത് അത് എടുക്കാൻ പറ്റിയില്ല. പുസ്തകം എന്റെ കയ്യിൽ എടുത്തിട്ട് വന്നു കഴിഞ്ഞപ്പോൾ സമയം അതിനെ ക്ഷതയില്ല ടീച്ചർ. ഞാൻ അത് എടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ടീച്ചർ എന്റെ പേര് വിളിച്ചത്. പക്ഷെ എനിക്കത് ആ സമയത്ത് പറ്റില്ല, ക്ഷമിക്കുന്നു. പിന്നെ മതത്തിന്റെ പേരിലാണ് നമ്മുടെ രാജ്യം വിഭജിക്കപ്പെട്ടത്. കാശ്മീരിൽ ഇന്നും തുടരുന്ന അസ്വസ്ഥതകൾ കാരണം മതമാണ്. ഏതാണ്ട് 6 ലക്ഷം കോടി രൂപയാണ് പാകിസ്ഥാനെ നേരിടാനായിട്ട് അല്ലെങ്കിൽ പ്രതിരോധത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നത്. ഈ പൈസ എല്ലാം നമുക്ക് നമ്മുടെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഈ മതം ആണ് ഇതിനെല്ലാം കാരണം. അതുകൊണ്ട് ഈ മതത്തെ നോർമലൈസ് ചെയ്ത് നിർവീര്യമാക്കി അവരെ നമ്മൾ എങ്കിൽ മാത്രമേ ഉള്ളൂ വരും തലമുറക്ക് ശാശ്വത സമാധാനത്തോടുകൂടി ഭാരതത്തിലും ലോകത്തെല്ലാ സ്ഥലത്തും ജീവിക്കാൻ പറ്റുള്ളൂ. അതിന് ജാമിദ ടീച്ചറും ജബ്ബാർ മാഷും അതുപോലെയുള്ള ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. പ്രത്യേകിച്ച് സ്ത്രീ എന്നുള്ള നിലക്ക് കൂടുതൽ സ്വീകാര്യത അതിന് കിട്ടും. അപ്പൊ അതിന് പൊതുസമൂഹത്തിന്റെ എല്ലാ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ടീച്ചർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടിൽ നന്ദി. ഓക്കെ, അടുത്ത ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോളൂ. അത് കഴിഞ്ഞ് ടീച്ചർക്ക് പോവാം. ടീച്ചർക്ക് ഇപ്പോഴും പോവാം കേട്ടോ, തിരക്കുണ്ടെങ്കിൽ ടീച്ചർക്ക് പോവാം. ഞങ്ങൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊള്ളാം. അല്ല, നമ്മുടെ ഈ റൂമേ ക്ലോസ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഈ പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അതിന് മുമ്പ് നമുക്കിനി മറ്റാരും ഇല്ലെങ്കിൽ ആശാനുണ്ടോ? ആശാനെ ടീച്ചർക്ക് താങ്ക്സ് പറഞ്ഞിട്ട് ടീച്ചർ പൊക്കോട്ടെ. നമുക്ക് ടീച്ചറെ ഞങ്ങളുടെ റൂമിൽ വന്നു, ടീച്ചറോട് അനേകർ വന്ന് ചോദ്യം ചോദിച്ചു. ടീച്ചർക്ക് നന്ദി. അത് ജീവിതത്തിലേക്ക് മാഡത്തിന്റെ സമയമുള്ളപ്പോഴൊക്കെ കടന്നു വരണം. താങ്കളുടെ വിലയേറിയ ആശയങ്ങൾ പൊതുസമൂഹത്തിന് കൊടുക്കാൻ താങ്കൾ കാണിച്ച ആ താല്പര്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അത് ജീവിതത്തിൽ എപ്പോഴും താങ്കളോട് എപ്പോഴും എല്ലാവിധ സ്നേഹവും ഇത്തരണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു ടീച്ചർ.